ഞാനായിരിക്കും ഇന്നത്തെ നിങ്ങളെ ഡിബേറ്റിന്റെ മോഡറേറ്റർ. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നതൊക്കെ? യെസ് യെസ്. അപ്പോ റൂൾസ് ഒക്കെ അറിയുന്നതല്ലേ? അതായത് 30 സെക്കൻഡ് ആണ് ഒരു ടീമിന് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവുക അറ്റ് എ ടൈം. അപ്പോൾ ഒരു ടീം സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇന്ററപ്റ്റ് പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കേണ്ടതാണ്. പിന്നെ പറയാനുള്ളത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ പാടില്ല. പറ്റുന്നതും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ കുറയ്ക്കുക. അതിന് നല്ല ഓറിയന്റേഷനിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ തുടങ്ങല്ലേ? തുടങ്ങല്ലേ? അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ എന്നാണ്. അതായത് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റൈസേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഇതിൽ ടീം 2 അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, ടീം 8 അതിനെ എഗെയിൻസ്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സപ്പോർട്ടിങ് ടീം തുടങ്ങാം. ടീം 2ന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സ്റ്റാർട്ട്. മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് മറിയം ഷാബ എന്നാണ്. ഞാൻ EC ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് സാദിഖുൽ ഹക്ക്. ഞാൻ S3 ട്രിപ്പിൾ ടീം 2. ഓക്കെ, നെക്സ്റ്റ് ആൾ പറയും. എൻ്റെ പേര് ഹന. ഞാൻ S3 സിവിൽ ടീം 2. എൻ്റെ പേര് അഭിഷേക്, S3 സിവിൽ. എൻ്റെ പേര് ദാന, S3 CSC ടീം 2. എൻ്റെ പേര് സൗരവ്, S3 CSC. മനസ്സനാട്ട്. എൻ്റെ പേര് S3 EC. ഹലോ, എൻ്റെ പേര് മൊയ്തീനേഷ്. ഞാൻ ടീം 2 EC സെക്കൻഡ് ഇയർ. എല്ലാവരായോ? എല്ലാവരായോ? എല്ലാരും ഓക്കെ, ഈ ടീം 8 ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വേഗം കിടക്കാമായിരുന്നു. ടീം 8. എൻ്റെ പേര് റിഷാദ്, S3 CSC. എൻ്റെ പേര് ശ്രീലക്ഷ്മി, S3 സിവിൽ. മനസ്സ് നന്നാവട്ടെ. എൻ്റെ പേര് ഷെർമ, S3 ട്രിപ്പിൾ. എൻ്റെ പേര് അഭിനവ്, ഞാൻ S3 ട്രിപ്പിൾ. എൻ്റെ പേര് മഞ്ജുനാഥ്, ഞാൻ S3 EC. എൻ്റെ പേര് ശ്രീറാം, ഞാൻ S3 CSC. എൻ്റെ പേര് മുഹമ്മദ് ഫിർദൌസ്, S3 മെക്കാനിക്കൽ. മഞ്ജു അമ്മയുടെ, ഞാൻ മുഹമ്മദ് മൻസൂർ, S3 മെക്കാനിക്കൽ. കഴിഞ്ഞു. അപ്പോ ടീം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, കഴിഞ്ഞില്ലേ? അപ്പോ ഇന്നത്തെ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാസിമാണ് നമ്മുടെ XVC ആണ്. അടുത്തത് പിന്നെ വരുണ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ നന്ദു നമ്മുടെ 4th ഇയറിലുള്ള ഒരു നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി തന്നെ ആയിരുന്നു. പിന്നെ ആദില് ഒരു വോളണ്ടിയർ ആണ്. അപ്പോ നിങ്ങക്ക് തുടങ്ങാം. ടീം 2 തുടങ്ങിക്കോ ടോപ്പിക്. മനസ്സ് നന്നാവട്ടെ. ഞാൻ മറിയം ഷാബാണ്, ടീം 2 ആണ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ എന്നതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം സ്വകാര്യവൽക്കരണം, അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, എന്താ പറയുക, പുറത്തുള്ള കൺട്രീസും, അതായത് ഫോറിൻ കൺട്രീസും ഇന്ത്യ അടക്കം കുറേ കൺട്രീസിലും ഈ ഒരു സ്വകാര്യവൽക്കരണം നടക്കുന്നുണ്ട്. ഇതൊരു ട്രെൻഡാണ്, അതായത് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക പബ്ലിക്
അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഓരോ കമ്പനീസും കാര്യങ്ങളും അതിനെന്തെങ്കിലും നഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരാണെങ്കിൽ ഇവര് എന്താ പറയാ അത് റിവൈവ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു പ്രൈവറ്റ് സെക്ടറിന് അത് കൊടുക്കാണ്. അതായത് എന്ന് വെച്ചാല് കൊടുക്കുന്ന ടൈമില് അതിന്റെ പ്രോഫിറ്റും ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് അവർ ഈ പ്രൈവറ്റ് കമ്പനീസ് ഇത് നടത്തിയിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടും, അത് നമ്മുടെ ഗവൺമെന്റിന് തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് ഈ ഒരു സംഭവമാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് നമ്മൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രൈവറ്റ് കമ്പനീസിന് കൊടുക്കുകയാണ് ഇത് ഫുള്ളായിട്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. അതായത് ഗവൺമെന്റിനും അതിന്റെ ഒരു മിനിമം ഒരു ഷെയർ ഗവൺമെന്റിനും കിട്ടുന്നുണ്ട്. ആൻഡ് അതിന്റെ ഇടയിൽ അവര് എന്താ ഒരു ഈ ഇത്ര ഒരു പ്രോഫിറ്റ് എത്തുന്നവരെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടൈം കൊടുത്തിട്ട്, അതായത് ഇത്ര ഒരു എന്താ പറയാ ഇത്ര ഇയേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു കോൺട്രാക്ടിന്റെ ബേസിസിലാണ് ഇവർ ഈ പ്രൈവറ്റ് കമ്പനീസ് നടത്തുന്നത്. അങ്ങനത്തൊക്കെ ഇനി ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ഔട്ട്സൈഡ് അതായത് ഇന്ത്യന്റെ പുറത്തും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും നമ്മുടെ പ്രൈവറ്റ് കമ്പനീസ് തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാനഡ, സ്വീഡൻ ഇവിടെയൊക്കെ മെയിൻ ആയിട്ടും എന്താണ് പ്രൈവറ്റ് കമ്പനീസ് തന്നെയാണ് എല്ലാം നടത്തുന്നതും അവർ അവിടെയൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടിട്ട് എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ട്, കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഗുഡ് സർവീസ്, നമുക്ക് നല്ല സർവീസ് തന്നെയാണ് അതൊന്നും കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് ഫാസ്റ്റ് സർവീസ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് സ്വകാര്യവൽക്കരണം ഏതൊരു മേഖലയും കാര്യപ്രാപ്തിയും ഫലപ്രാപ്തിയും ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ഗവൺമെന്റ് സർവീസുകളും, അതായത് അഴിമതി ഏറ്റവും കൂടിയിട്ടുള്ള പല സ്ഥാപനങ്ങളും ഓരോന്നും നമ്മൾ സ്വകാര്യവൽക്കരിക്കാൻ തയ്യാറാവുന്നില്ല? സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം നൽകുന്നതും സ്വകാര്യ മേഖല നൽകുന്നതും ഒരേ പണമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ പോലെ പൊതുമേഖലയെ IOC അടക്കമുള്ള എണ്ണ കമ്പനികൾ ബിഡിങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സ്വകാര്യ മേഖലക്ക് മാത്രമേ വിൽപ്പനയിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നുള്ളൂന്നാ. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ പോലും ദൂരെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. കൃത്യമായ അജണ്ട സെറ്റാക്കിയിട്ടാണ് വൻ ലാഭം നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൈമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഏതാനും കോടികളുടെ വരുമാനത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ നിലനിർത്തുന്ന മെയിൻ റവന്യൂ സോഴ്സസിനെ പ്രൈവറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ BPCL 1400 കോടിയുടെ മുകളിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു വലിയ കമ്പനിയാണ് BPCL എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ 11 സബ്സിഡറി കമ്പനികളുണ്ട്, 22 സംയുക്ത സംരംഭങ്ങളും 1400 പെട്രോൾ പമ്പുകളും ഉണ്ട്, 5000-ഓളം LPG വിതരണ ഏജൻസീസും 55 ബോട്ട്ലിംഗ് പ്ലാന്റുകളും 123 ഡിപ്പോകളുണ്ട്. 8 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായിട്ട് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഇങ്ങനെയുള്ളൊരു കമ്പനി ഇത്രയും ഭീമമായ ജനങ്ങളുടെ സ്വത്താണ് ചുലു വിലക്ക് കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ വേണ്ടി പോകുന്നത്. 8.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള പൊതുമേഖലാ സ്ഥാപനം കേവലം 60,000 കോടി രൂപക്ക് വിദേശ സ്വകാര്യ കുത്തക മുതലാളികൾക്ക് വിൽക്കപ്പെടാൻ വേണ്ടി പോവാണ്. 5 വർഷത്തിനിടയ്ക്ക് 1/2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത്. അതിൽ 6 മാസത്തിനിടയ്ക്ക് 3000 കോടിയുടെ ലാഭം കൈവരിച്ചു. ഈ സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ മാത്രം 1708 കോടി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. വിലമതിക്കാനാവാത്ത ഈ സമ്പത്ത് ചുളുവിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്ന സമയത്ത് സാധാരണക്കാരന് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഹലോ, ഈ BPL പറഞ്ഞല്ലോ, അതിൽ കുറച്ച് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ BPL അതായത് പെട്രോൾ ഇൻഡസ്ട്രി ഒക്കെ ബാക്കിയൊക്കെ വളരെ നഷ്ടത്തിലാണ്. എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് 100-200 കോടി അല്ല 3000-4000 കോടി. ഈ BPL തന്നെ പറഞ്ഞല്ലോ, BPL പറഞ്ഞ ക്ലോസ് ഒന്ന് വായിച്ചു വെക്കുന്നത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് വെക്കുന്നൊന്നുമില്ല. മേജർ ഷെയർസ്, അതായത് മിനിമം വിൽക്കാൻ പോകുന്നത് 49% ഷെയറാണ്. അതായത് 51% ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയാണ്. 51% എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ് കൺട്രോൾ ഗവൺമെന്റിനാണ്. അതായത് ഏറ്റവും അധികം ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത് BPL ആയതുകൊണ്ട് തന്നെ 51% ഷെയർ കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ചുളു വിലക്ക് വിൽക്കുന്നുണ്ട് അതിൽ പറഞ്ഞല്ലോ, ചുളു വിലക്ക് വിറ്റിട്ടില്ല. ഇന്നത്തെ ന്യൂസ് ഫോളോ ചെയ്തറിയാം, ആ ന്യൂസിൽ പല കമ്പനീസും ബിഡ് ചെയ്തത് വളരെ ചെറിയ എമൗണ്ട് ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ആ ലേലം മാറ്റി വെച്ച് പിന്നെ ലേലം വെച്ചിട്ടുണ്ട്, വിറ്റിട്ടില്ല. അതെന്താണ് വിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞതാണ്, വിറ്റ പൈസയും പറഞ്ഞില്ല. മറ്റേ കമ്പനീസ് ബിഡ് ചെയ്ത പൈസയാണ് പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെന്റ് വിൽക്കുന്ന വില്ലിങ് പറഞ്ഞില്ല. വിൽക്കാൻ പോകുന്ന സാധനം വിറ്റ് എന്ന് പറയുന്നത് ശരിയില്ലല്ലോ. അതേപോലെ BPCന്റെ സ്ട്രക്ചർ എന്താണ്, ഗവൺമെന്റ് സ്ട്രക്ചർ പറഞ്ഞല്ലോ. അതേപോലെ BPC അല്ലാണ്ട് വേറെ ഏത് കമ്പനിയാണ് ലാഭത്തിലുള്ളത്? BSNL, അതേപോലെ അത്യാവശ്യം എല്ലാ കമ്പനീസും
നഷ്ടത്തിലാണ്. അവർ ഇങ്ങനെയുള്ള ഈ വെള്ളാനകളെ ഇങ്ങനെ പോറ്റി നടന്നിട്ട് എന്താണ് ലാഭം? അതേപോലെ ഇപ്പം മറിയ നേരത്തെ പറഞ്ഞു സ്വീഡന്റെ ഒക്കെ കാര്യം. ഏറ്റവും അധികം എന്താ പറയാ ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും അനുകൂലപ്പെട്ട ഒരു രാജ്യമാണ് സ്വീഡനും കാനഡ ഒക്കെ. അവിടെ ഇപ്പൊ സ്വീഡൻ എടുത്താൽ 1986 സ്വീഡൻ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയത്. അതായത് ഇവിടെയൊക്കെ തുടങ്ങുന്നതിന് ഏതോ കാലം മുന്നേ തുടങ്ങിയതാണ്. അവിടെ ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റീവായി ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം എന്താണ് ഒരു റവന്യൂ അതിനുശേഷം 2000s ആയപ്പോൾ നല്ലോണം കൂടി, 2010s ആയപ്പോൾ വളരെ നല്ലോണം കൂടി. ഇപ്പൊ ഏകദേശം വളരെ നല്ല രീതിയിലാണ് സ്വീഡൻ നിൽക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കോർപ്പറേറ്റ് കുത്തകൾക്ക് വിറ്റഴിക്കുക എന്നൊക്കെ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. ബേസിക്കലി ഒരു കമ്പനി പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നോക്കണം. ആദ്യം അവരൊരു പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പോലെയാണ് ആദ്യം ആ കമ്പനീനെ നശിപ്പിക്കും, എന്നിട്ടാണ് ഇവരെ വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ BSNL തന്നെ നോക്കാം. BSNL ആദ്യം 2G സ്പെക്ട്രം കൊടുത്തിട്ടില്ല, പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് 2G സ്പെക്ട്രം കൊടുത്തത്. ഏകദേശം എല്ലാ കമ്പനിക്കും 3G ഒക്കെ ആയപ്പോഴാണ് 2G സ്പെക്ട്രം കൊടുത്തത്. പിന്നെ അത് 4G സ്പെക്ട്രം ഇതൊക്കെ BSNL ഒഴിവാക്കുകയാണ് ചെയ്തത്. BSNL താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, BSNL ഒഴിവാക്കുകയാണ് ചെയ്തത് ആ സ്പെക്ട്രത്തിന്. ആദ്യം അവരൊരു ബേസിക്കലി ഇവരൊരു കമ്പനിയെ നശിപ്പിച്ചിട്ടാണ്, പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇത് നഷ്ടത്തിലാണ് എന്ന് കാണിച്ചിട്ടാണ് ഇവരിത് വിൽക്കുന്നത്. പിന്നെ ഈ പ്രൈവറ്റൈസ് ചെയ്താൽ നന്നാവും എന്നുള്ളത് ജസ്റ്റ് എല്ലാം ശരിയൊന്നുമല്ല. മുംബൈയിലുള്ള കുറേ മെട്രോ റെയിൽസിനെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിട്ട് അവർക്ക് പിന്നെ അതിൻ്റെ അത്രയും ശോകാവസ്ഥയിൽ അത് താഴ്ന്നപ്പോൾ പിന്നെ അത് ഗവൺമെന്റ് തന്നെ പിന്നെ ഏറ്റെടുത്തിട്ടാണ് അത് നന്നാക്കിയത്. സോ ഇതൊരു മിത്ത് പോലെയാണ് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റൈസ് ചെയ്താൽ നന്നാവും എന്നുള്ളത്. ബേസിക്കലി നല്ലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, നല്ലൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഇത് നന്നാക്കാൻ പറ്റുന്നുള്ളൂ. കംപ്ലീറ്റ്ലി പ്രൈവറ്റൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ? കംപ്ലീറ്റ്ലി പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്. മാർച്ചോട് കൂടിയിട്ട് അതിനുള്ള തീരുമാനം ആവുന്നുണ്ട്. 1976 ഒരു നിയമം ഉണ്ടായിരുന്നു, അത് പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി തടസ്സമാണെന്ന് കണ്ടപ്പം വേറൊരു നിയമം കൊണ്ടുവന്നിട്ട് ആദ്യമുള്ള നിയമത്തെ റദ്ദാക്കി. പിന്നെ ഈ സ്വീഡൻ, കാനഡ അതും ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്നത് തന്നെ ഒരു വലിയൊരു തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുള്ള ദരിദ്രരായ ഇന്ത്യ. ഇവിടെ എന്താ പറയാ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ട കൂടുതൽ പ്രോഫിറ്റും പോകുന്നത് മറ്റുള്ള കൺട്രീസിലേക്ക്. ഈ ഷെയർ ഒരു പ്രൈവറ്റ് കമ്പനീസിൽ ഷെയർ ഉള്ളത് ഒരു ഇന്ത്യൻ കോർപ്പറേറ്റിന് മാത്രമല്ല, അത് വിദേശ കോർപ്പറേറ്റുകൾക്കും കൂടെ അതിൽ ഷെയർ ഉണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ട ലാഭം കൂടി മറ്റുള്ള കൺട്രീസിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ പൊതുമേഖലയിൽ കാര്യമായ സ്വയംഭരണ അധികാരം ഇല്ലെന്നും. ഹലോ, ഇപ്പൊ BSNL പറഞ്ഞല്ലോ. BSNL പറഞ്ഞ ഇപ്പം ആരുടെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. BSNL ഈ സ്പെക്ട്രം അനുഭവിക്കേണ്ടത് BSNL ഉദ്യോഗസ്ഥരാണ്. ഈ പ്രൈവറ്റ് കമ്പനീസില് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടതാണ്. ഒരു എഫിഷ്യന്റ് അല്ലാത്തതുകൊണ്ടല്ല ഒരിക്കൽ സ്പെക്ട്രം കിട്ടാണ്ടത്. ഗവൺമെന്റ് അനുവദിക്കാത്തതല്ല, ഗവൺമെന്റ് ഈ സ്പെക്ട്രം യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് അവരുടെ റിസോഴ്സസ് യൂസ് ചെയ്തില്ല. ഇപ്പൊ BSNL തന്നെ ഈ 2G സ്പെക്ട്രം ഉള്ളപ്പോ 3G ഉള്ളപ്പോ 2G യൂസ് ചെയ്യെന്ന് പറഞ്ഞല്ലോ. ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അത്യാവശ്യം ലാഭം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഉദ്യോഗസ്ഥർ സ്ലാക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഇത് ഉണ്ടായത്. അതേപോലെ നേരത്തെ പറഞ്ഞു നിയമം വന്നതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോ BPL നടത്തുന്ന ക്ലോസിലുള്ളത് 51% മിനിമം വിൽക്കൂലെന്ന് എന്നതാണ്. അത് നിങ്ങൾക്ക് ക്ലോസ് വായിച്ചാൽ കാണാം. ഇന്ത്യൻ ഓയിലിന്റെ സൈറ്റിലുണ്ട്. അതേപോലെ ഏത് ന്യൂസ് ചാനലിന്റെ ജസ്റ്റ് ഈ ന്യൂസ് സെർച്ച് ചെയ്താൽ അതിൽ കാണിക്കും 51%, അതായത് ഗവൺമെന്റ് കൺട്രോളിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതേപോലെ ഈ ഇപ്പൊ 3000-4000 കോടി നഷ്ടമുള്ള കമ്പനി പിന്നെ ലാഭത്തിലാക്കാൻ കൊടുക്കുന്ന എഫർട്ട് നമ്മൾ ആലോചിക്കണം. അതേപോലെ ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കണമെന്ന് പറയുന്നില്ല, ചെറിയൊരു ഷെയർ യൂസ് ചെയ്താൽ മതി. ഈ 3000-4000 കോടി കമ്പനി റിവൈവ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഓരോ ഇൻഫ്രാസ്ട്രക്ചറും കൂടി അത്യാവശ്യം ലാഭത്തിലെത്തിയാൽ ആ ലാഭവും അതേപോലെ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അതേപോലെ അതിന്റെ ഉപഭോക്തൃത്വത്തിന് ഉണ്ടാകുന്ന ടാക്സിന്റെ പൈസയും ഗവൺമെന്റിലേക്ക് തന്നെയല്ലേ വരിക, കോർപ്പറേറ്റുകൾക്ക് പോവാന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ഒരു വിൻ സിറ്റുവേഷൻ ആണ്. അതിപ്പോ അതും നിർബന്ധമാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് മുൻഗണന കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പുറത്തുള്ള ലാഭം കൊയ്യുന്ന പറയില്ലേ, ഇത് ഒരിക്കലും പുറത്തുള്ളവർക്ക് വെറുതെ കൊടുക്കുന്ന സാധനമല്ല. നമ്മളെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓല് ഈ ലാഭം കൊയ്യുന്നത്.
ഈ പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറയുന്നത് വെറുതെ ഇന്ത്യ ടൈം ഓഫ് ടീമേറ്റ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നാം എല്ലാവരും ആദ്യം തന്നെ ഒരു ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന ഒരു സംവിധാനമാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന്. ഇന്ത്യയിൽ ഈ സോൾസ് ഓഫ് ഇന്ത്യ ലിവ്സ് ഇൻ ഫ്യൂഡലിസം എന്നൊരു വചനം പണ്ട് തൊട്ടേ നമ്മളെ ഇന്ത്യയിൽ ഒരു പരന്നുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്. ഭാരതത്തിന്റെ ആത്മാവ് ബഹുസ്വരത്തിൽ നിലകൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കർത്തവ്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്ത ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കുന്ന നമ്മൾക്ക് സ്വകാര്യവൽക്കരണം എന്ന സാമ്പത്തിക കുത്തകത്തെ പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? ഇന്ത്യ എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണ്. സ്വകാര്യവൽക്കരണം എന്നുള്ളത് ഏകാധിപത്യത്തിന്റെ കുത്തകമാണ്. ഇങ്ങനെ ഒരു ഫ്യൂഡലിസം ഈ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിലൂടെ ഇന്ത്യയിൽ ഫ്യൂഡലിസം വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഫ്യൂഡലിസം എന്നുള്ളത് പണ്ട് ഇന്ത്യൻ ജനത അടച്ചമർത്തിയ ഒരു സമ്പ്രദായമാണ്. സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ പുതിയ ആശയങ്ങൾ മുമ്പോട്ട് വരുന്നതിന് പകരം പഴയ കാലഘട്ടത്തിലേക്ക് ഒരു മുതലാളിത്തം എന്നൊരു കാലഘട്ടത്തിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ജനാധിപത്യ രാജ്യത്തിന് ഈ സ്വകാര്യവൽക്കരണം എന്നൊരു സംവിധാനം യോജിച്ചതാണോ? പിന്നെ ഈ BSNLന്റെ കേസ് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കാവുന്നതാണ് ഈ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ കാര്യം. അത് നമുക്ക് ഒരിക്കലും ഒരു ഗവൺമെന്റ് അല്ല മറ്റേ പ്രൈവറ്റൈസേഷന്റെ കാരണം കൊണ്ട് എന്താ പറയാ ഈ അതിനെതിരെ പോരാടാൻ എന്ന വ്യാജേന നമ്മുടെ ഗവൺമെന്റ് തന്നെ ഈ അദാനിയുടെ മരുമകളെ തന്നെ അതിന്റെ കേസിന്റെ കൺസൾട്ടന്റ് ആയിട്ട് കോടികൾ ചെലവിട്ടിട്ടാണ് നിയമിച്ചത്. അപ്പോ ഒരിക്കലും എന്താ പറയാ ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അല്ല ഒരു പബ്ലിക് സർവീസ് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നത് പകരം അവർ പ്രൈവറ്റ് സെക്ടറിന് നിങ്ങൾ പറഞ്ഞില്ലേ പ്രൈവറ്റൈസ് ചെയ്യുന്നത് വലിയ നല്ലതല്ലാന്ന്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഗവൺമെന്റ് നോക്കുന്ന സമയത്ത് അത്രയും നഷ്ടത്തിലേക്ക് പോകുന്നോണ്ടാണ് ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് അത് നഷ്ടത്തിലായി പൂട്ടുന്നതിനേക്കാളും നല്ലതല്ല ഒരു പ്രൈവറ്റൈസ് ആക്കുന്നത്, മീൻസ് ഒരു കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ ഒരു പ്രോഫിറ്റ് ഗവൺമെന്റിന് കിട്ടുക ചെയ്യുന്നത്, അവരത് പഴയ പോലെ തിരിച്ച് അതിന്റെ പൊസിഷനിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നല്ല ഗ്രോത്തും എഫിഷ്യൻസി ഒക്കെ കിട്ടും. ഇപ്പം പണ്ട് മുതൽ മീൻസ് ഇത് വന്ന മുതൽ ഇപ്പം വരെ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, നഷ്ടമൊന്നും ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നത് നല്ലതല്ലേ ശരിക്കും? ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ പറഞ്ഞല്ലോ, അതിപ്പോ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ ഇത് കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റ് ബിഡ് ചെയ്തു, എന്നിട്ട് അവരാണ് അദാനിക്ക് കൊടുത്തത്. അതും ഇപ്പൊ കൊടുത്തതും അതും തമ്മിൽ പ്രൈവറ്റ് ആയിട്ട് കൊടുത്തതും തമ്മിൽ എന്താ പറയാ, ഈ കേന്ദ്ര ഗവൺമെന്റ് ബിഡ് ചെയ്തിട്ട് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കാൻ വേണ്ടി അദാനിക്ക് കൊടുത്ത ഈ പറഞ്ഞത് അതും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ ആയതാണ്. ഇത് തമ്മിൽ രണ്ടും ബന്ധമില്ല ആക്ച്വലി. ഇപ്പം 6 എയർപോർട്ടാണ് പ്രൈവറ്റൈസ് ചെയ്തത്. ഇനി 6 കൂടി പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഈ എയർപോർട്ടുകൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പം ഈ എയർ സ്പേസ് കൂടുതലും ഈ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, പ്രൈവറ്റ് ആയിട്ട് വിട്ടുകൊടുക്കും, പ്രൈവറ്റ് കമ്പനീസ് വിട്ടുകൊടുക്കും. അതോടെ പ്രൈവറ്റ് കമ്പനീസ് വിട്ടുകൊടുക്കുമ്പോൾ പുറത്തുനിന്ന് കൂടുതൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സുകളൊക്കെ ഇന്ത്യയിൽ വരാൻ തുടങ്ങും. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇന്റർനാഷണൽ എയർക്രാഫ്റ്റ് മെയിൻറ്റെയിൻ ഹബ്ബാക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ ഇപ്പം പുറത്തുനിന്ന് ഏത് എയർപ്ലെയിൻസിന് വേണമെങ്കിലും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് ഏത് എയർപോർട്ടിൽ ഇറക്കി കഴിഞ്ഞിട്ടും അവരുടെ വിമാനം എന്ത് ചെയ്യും, അവരുടെ എയർപ്ലെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഗവൺമെന്റ് നടത്തിയിട്ട് ലാഭകരമായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ കുറെ വിദേശ രാജ്യങ്ങളെ എക്സാമ്പിൾ ആക്കിക്കൊണ്ടും പറഞ്ഞു പ്രൈവറ്റൈസേഷൻ ചെയ്തിട്ട് അവിടെ കുറെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യ പ്രൈവറ്റൈസേഷൻ എന്നൊരു സംവിധാനത്തിലേക്ക് പോയതെന്ന് നിങ്ങൾ പറഞ്ഞു. നമുക്കൊരു പുതിയൊരു പദം തന്നെ പരിചയപ്പെടാം. നാർട്ടിക് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നൊരു പദമുണ്ട്. നോർവേ, ഡെൻമാർക്ക് പോലുള്ള പല വിദേശ രാജ്യങ്ങളിലും പൊതുമേഖലയിൽ 40% വർക്ക് ഫോഴ്സിനെ എംപ്ലോയ് ചെയ്യുകയും ഹൈ കോർപ്പറേറ്റ് ടാക്സ്, ഹൈ ഇൻകം ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവ. ഇന്ന് GDP ഉൾപ്പെടെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉൾപ്പെടെ മാനവികവും വികസനോദ്ദിഷ്ടവുമായ എല്ലാ വികസന സൂചികകളെയും അങ്ങേയറ്റം തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, പൊതുമേഖലയെ ചേർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന നാർട്ടിക് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നൊരു സംവിധാനം ഇന്ത്യൻ ഗവൺമെന്റ് എന്തുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല?
അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഒരു കണക്ക് പറയുന്നുണ്ട്. ഇന്ത്യയിൽ 44% ആണ് ഇൻകം ടാക്സും അതേപോലെ കോർപ്പറേറ്റ് ടാക്സും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞു, ഡെൻമാർക്കും നോർവേ പോലുള്ള വികസിത രാജ്യങ്ങളിൽ നിന്ന് ആകെ 22% ടാക്സ് പിരിക്കുന്നതെന്ന്. ഇത്രക്കും ഡെവലപ്ഡായ രാജ്യങ്ങളിനേക്കാൾ ഇരട്ടി ടാക്സ് ഇന്ത്യൻ ഗവൺമെന്റ് പിരിച്ചിട്ടും എന്തുകൊണ്ട് ഈ പൊതുമേഖലയെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല? അത് എന്തുകൊണ്ട് അവർ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു? ഈ സ്വകാര്യവൽക്കരണം എന്ന പിന്നെ അതുപോലെ മറു ടീമുകാർ പറഞ്ഞല്ലോ, എന്താണ് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത് ഇന്ത്യയിൽ ഈ ഗവൺമെന്റിൽ വരുന്ന നഷ്ടം കൊണ്ടാണ് എന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഗവൺമെന്റിൽ അതിന് പ്രാപ്തരായ ആളുകൾ ഇല്ല എന്നാണോ? അതേപോലെ ഇന്ത്യൻ എയർപോർട്ട് ഹബ്ബാക്കി മാറ്റുന്നു പറഞ്ഞു. ഇങ്ങനെ ഈ ഹബ്ബാക്കി മാറ്റുന്നതുകൊണ്ട് തന്നെ ഈ ടെററിസ്റ്റ് അറ്റാക്കും ഇന്ത്യയുടെ സെക്യൂരിറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ഉദ്യോഗസ്ഥാർത്ഥികൾക്ക് കഴിവില്ലാത്തതുകൊണ്ടുള്ള ഇത് നഷ്ടത്തിൽ വരുന്നത്. ഇവർ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും പരിപാടികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടും ഈ വെള്ളാനകളായിട്ട് നാട്ടുകാരെ പൈസ കൊണ്ട് കൊടുത്തു നിന്നുകൊണ്ടാണല്ലോ ഈ പ്രൈവറ്റൈസേഷൻ എന്ന കാര്യം, ഈ കോൺസെപ്റ്റ് ഇപ്പം ഗവൺമെന്റിന്റെ മുന്നിൽ ആകെ നിവൃത്തിയുള്ളത്. അതേപോലെ ടാക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് അത്യാവശ്യം പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ആണ് ടാക്സ് അധികം കൊടുക്കേണ്ടി വരുന്നത്. അതേപോലെ ഇന്ത്യയിൽ ഇത്രക്കാര ആൾ ടാക്സ് അടക്കുന്നില്ല, ടാക്സ് അടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും പറഞ്ഞല്ലോ. അത് ശരിക്കും ഏത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്? ഗവൺമെന്റിന്റെ ഈ പബ്ലിക് സെക്ടറിന്റെ കുഴപ്പമല്ലേ? അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റാത്തത് ആക്ച്വലി. സംസാരിക്കാൻ ആരുമില്ലേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രൈവറ്റൈസേഷൻ കാരണം ഇന്ത്യൻ എക്കണോമിക് സർവേ പ്രകാരം ഇന്ത്യയിൽ നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഒരു ലോസും വന്നിട്ടില്ല എന്ന്. നിങ്ങൾ പറഞ്ഞ അതേ ഇന്ത്യൻ എക്കണോമിക് സർവേ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പ്രൈവറ്റൈസേഷൻ വഴി രാജ്യം ഡെവലപ്പ് അല്ലെങ്കിൽ വികസിതമാണെങ്കിൽ ആദ്യം രാജ്യം ചെയ്യേണ്ടത് അത് പിന്തുടർന്നു പോരുന്ന പ്രോക്രോണി ക്യാപിറ്റലിസ്റ്റ് പോളിസികളെ തിരുത്തി എഴുതുക എന്നതാണ്. അതായത് മുതലാളിമാരും രാജ്യവും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് ലോകമിട്ട ഒരു ഓമന പേരാണ് പ്രോക്രോണി ക്യാപിറ്റലിസം അഥവാ ചങ്ങാത്ത മുതലാളിത്തം. ഈ പ്രൈവറ്റൈസേഷൻ, ഈ സ്വകാര്യവൽക്കരണം ഇന്ത്യയിൽ അധികരിച്ചു വരുന്നതോടുകൂടി മുതലാളിമാർ പെരുകുകയും അതുപോലെ തന്നെ ഈ ഗവൺമെന്റും പീപ്പിളും തമ്മിലുള്ള റിലേഷൻ കുറയുകയും ഗവൺമെന്റും മുതലാളിമാരും കമ്പനികളാവുകയും, ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ കുറെ അങ്ങനെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയും മനുഷ്യന്മാരുടെ അവകാശം ഇല്ലാതാവുകയും ചെയ്യും ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരുന്നത് കൊണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ മെയിൻ റവന്യൂ സോഴ്സ് ആണ് ഇന്ത്യൻ കോയിൽ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ബെസ്റ്റ് കോയിൽ മൈനിങ് സെന്റർ ആണത്. ഈ വർഷത്തെ 2020 41 കോയിൽ മൈനിങ് സെന്റേഴ്സ് ആണ് ലേലം ചെയ്ത് സ്വകാര്യവൽക്കരണം ചെയ്തത്. ആ 41 പറയുമ്പോൾ 11 മധ്യപ്രദേശിലും 9 ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിൽ 9 ഒഡീഷയിൽ 9 മഹാരാഷ്ട്രയിൽ 3 എന്ന കണക്കിലാണ് സ്വകാര്യവൽക്കരണം ചെയ്തപ്പെട്ടിരിക്കുന്നത്. ഇത്രയും ഇന്ത്യക്ക് റവന്യൂ തരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് പ്രോഫിറ്റ് നൽകുന്ന ഈ കമ്പനി എന്തുകൊണ്ടാണ് സ്വകാര്യവൽക്കരിക്കപ്പെട്ടത്? പിന്നെ സ്വകാര്യവൽക്കരിക്കുന്നതിനോടുള്ള മെയിൻ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്ക്, സാധാരണക്കാരന് തങ്ങളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടത് അവിടെ പറയാനുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം നമ്മൾ പരാതി അറിയിക്കും, പക്ഷെ അങ്ങനെ ഒരു കേസ് അവിടെ വരുന്നില്ല. സ്വകാര്യ കുത്തക കമ്പനികളുടെ മുന്നിലേക്ക് നമ്മുടെ ആവശ്യമായിട്ട് വരുമ്പോൾ അവർ സ്വീകരിക്കില്ല. അവർക്ക് മെയിൻലി ഫോക്കസ് ഓൺ ദർ പ്രോഫിറ്റ്, അല്ലാണ്ട് ഒരു ജനത്തിന്റെ ആവശ്യം അവിടെ ഒരിക്കലും മുന്നോട്ട് പോവില്ല. നമ്മളെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ പ്രൈവറ്റൈസേഷൻ വരുന്നത് കൊണ്ട് നമുക്ക് തന്നെ വലിയ ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. കോള മൈനിങ് കമ്പനി കോൾ മൈനിങ് കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലെ ടീം 2ന്റെ ടൈമാണ്.
സാമ്പത്തികമായിട്ട് എന്താണ് GDP കൂടി എന്നല്ല പറഞ്ഞത്, GDP കുറഞ്ഞ ടൈമിൽ ഇവർക്ക് വിറ്റാൽ എന്താണ് ഒരു റിലീഫ് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. അതേപോലെ സർവീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് സർവീസും അതിന്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൈവറ്റ് സർവീസും എന്താണ് നമ്മൾ താരതമ്യം ചെയ്താൽ തന്നെ സർവീസിനുള്ള വളരെ വ്യത്യാസമുണ്ട്. അത് എന്താണ് ഇത് ശരി, അത് അനുവദിക്കാനേ പറ്റില്ല. ഗവൺമെന്റ് സർവീസിന് എത്ര നൂലാമാലകളുണ്ട്, എത്ര പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് സർവീസ് ഒരു എന്താ പറയാ, ഒരു സർവീസ് ഒരു എഫക്റ്റീവായിട്ട് കിട്ടാൻ എത്ര സമയം എടുക്കും, എത്ര എന്താ പറയാ, അതിൽ തന്നെ എത്ര ഫോർമാലിറ്റീസ് ഉണ്ട്, എത്ര കോംപ്ലിക്കേഷൻ ഉണ്ട്, എത്ര എന്താ പറയാ, അതിൽ തന്നെ എത്ര ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള പല സ്റ്റെപ്പുകളും നടക്കുന്നുണ്ട്. അതൊന്നും ഇവര് പറയുന്നില്ലല്ലോ. അതേപോലെ എല്ലാ ഈ കുത്തക മുതലാളിമാർക്ക് എഴുതി കൊടുക്കണം എന്നൊന്നും പറഞ്ഞില്ല. എന്താണ് ഹ്യൂമാനിറ്റേറിയൻ ഇൻട്രസ്റ്റ് ഉള്ള പല NGOകളും ഇവിടെ അവൈലബിൾ ആണ്. പലരും അത് ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ബാംഗ്ലൂരിൽ അത്യാവശ്യം ഏതൊക്കെയോ ടീംസ് ഏറ്റെടുത്തിട്ട് കർണാടക സർക്കാരിന്റെ സഹായത്തോടുകൂടി കർണാടകത്തിൽ അത്യാവശ്യം എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പൊ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ അക്ഷയ സെന്റേഴ്സിന്റെ ഇത് പറഞ്ഞാല് പ്രൈവറ്റ് ആയിട്ടുള്ള കഫേ ഓണേഴ്സിന് പ്രൈവറ്റ് ആയിട്ടുള്ള കഫേ ഓണേഴ്സിന് ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി ഒരു നടത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഗവൺമെന്റ് സംവിധാനത്തിൽ ഇപ്പോ ഒരു സാധാരണക്കാരന് ആക്സസ് ചെയ്യാൻ എത്ര എളുപ്പത്തിൽ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഒരു ഒരു വില്ലേജ് ഓഫീസിൽ, ഒരു താലൂക്ക് ഓഫീസിൽ ഈ സാധനങ്ങൾ ചെയ്യാൻ പോവാന്ന് പറയുന്നത് തന്നെ എത്ര വിഷമമുള്ള കാര്യമാണ്. ആഗോളതലത്തിൽ കൽക്കരി ശേഖരണത്തിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനമാണുള്ളത്. പക്ഷെ ഇപ്പോഴും ഇന്ത്യയിലേക്ക് കൽക്കരി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോൾ മൈനിങ്ങിന്റെ പറഞ്ഞല്ലോ, ഈ സെക്ടർ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ വളരെ പുവറാണ്. അവർക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വർക്കേഴ്സിന്റെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഇത് വന്നത്. അതേപോലെ കോള് വിൽക്കുന്നതും ഇത് നേരത്തെ പറഞ്ഞ പോലെ 51% ഷെയറിൽ വെച്ചുള്ള കൺസെപ്റ്റിലാണ്. കോൾ മൈനിങ് കമ്പനി പറഞ്ഞാല് ഓന് പറഞ്ഞ പോലെ തന്നെ വേൾഡില് 3rd വരുന്ന കമ്പനി തന്നെയാണ്. പക്ഷെ ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഇതുണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ അതിലുപരി നമുക്ക് നമ്മളെ ഭൂമിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മൾ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. നമ്മളെ ഈ ഭൂമി നമ്മൾ നിൽക്കുന്ന അതിൽ ജീവിക്കുന്ന നമുക്ക് ഒരു വികസനം വരുന്നതിലുപരി അത് നമുക്ക് ഒരുപാട് സാമൂഹിക ദോഷങ്ങളും ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്നതിനെ കൊണ്ട്. എന്താ വെച്ചാല് ഈ ഇത് ഖനനല്ലേ, കുഴിക്കല്ലേ. അപ്പോ നമ്മുടെ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ നിൽക്കുന്ന എന്താ പറയാ, അതുപോലെ തന്നെ പറഞ്ഞാൽ ഈ പ്രൈവറ്റൈസേഷൻ ചെയ്ത് കണ്ട് കൊടുക്കുന്ന ഈ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അവര് നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്ത് കണ്ട് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് വാസ്തവം. പിന്നെ പ്രൈവറ്റ് കമ്പനീസിന്റെ ഒരു കേസ് എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പാലക്കാടുള്ള പ്ലാച്ചിമടയിൽ 2000 ഒരു കൊക്കക്കോളയുടെ കമ്പനി വന്നിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞാല് ഡെയിലി 2 മില്യണോളം ലിറ്റർ വെള്ളമാണ് എടുക്കാൻ തുടങ്ങിയത്. 6 കുഴൽക്കിണറിന് 2 കുളത്തിൽ നിന്ന് ഡെയിലി 2 മില്യൺ ലിറ്റേഴ്സോളം വാട്ടർ. അതിലൂടെ എന്താ പറയാ, ജനങ്ങൾക്ക് സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വളരെ വലിയ ദുരിതമാണ് ഉണ്ടാകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ഒരു കമ്പനി വന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഇത്ര വലിയ ദുരിതം. അവര് പറഞ്ഞാൽ മെയിൻലി പ്രോഫിറ്റ് ബേസ്ഡ് ആണ് അവർ നോക്കുന്നത്, അല്ലാതെ ജനത്തിന്റെ സുരക്ഷയോ അല്ല അവർക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളോ പോലെ നോക്കുന്നില്ല. പിന്നെ BBC റിപ്പോർട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനെ കൊണ്ടുണ്ടായ വേസ്റ്റില് ക്യാൻസറിന് വരെ കാരണമാക്കുന്ന കാർസിനോജൻസിന്റെ സാന്നിധ്യം അത് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നും ഒരു മെയിൻലി ഫോക്കസ് ചെയ്യാണ്ട്, എന്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷ ഫോക്കസ് ചെയ്യാണ്ട് ഇവർ പ്രൈവറ്റ് കമ്പനീസ് ജനങ്ങളുടെ സുരക്ഷ ഫോക്കസ് ഗവൺമെന്റ് അല്ലേ. ഇതിനുള്ള നിയമങ്ങളുണ്ട്. ഇതിപ്പോ കോർപ്പറേറ്റ് കുഴിച്ചാലും സർക്കാർ കുഴിച്ചാലും അതിനൊരു അനുബന്ധമായിട്ടൊരു ചട്ടമുണ്ട്. അങ്ങനെ കുഴിക്കാൻ പറ്റൂ. അതേപോലെ പ്ലാച്ചിമടയിൽ എടുക്കേണ്ട ആ പ്ലാന്റ് ഇപ്പൊ അടച്ച് അത് ഏറ്റെടുക്കേണ്ടത് അതിപ്പോ ഒരു ഈ ലോ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സെക്ടറാണ് ഏറ്റെടുക്കേണ്ടത്. അത് അവര് ചെയ്തിട്ടില്ല. അതേപോലെ ഗവൺമെന്റുകാരും ഈ
ചാലിയാർ പുഴേന്റെ സൈഡിൽ ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ടായിരുന്നു, അത് ഗവൺമെന്റിന്റെ ആയിരുന്നു. ഒരു അതേപോലെ ചെയ്തിട്ടുണ്ട്, അത് അവർ പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോ എന്താണ്, ഒരു നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം പൂട്ടാനുള്ള ലോ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് മാത്രം എന്താണ്, ലാഭം നോക്കിയിട്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ചെയ്യുന്നത്. അത് പൂട്ടാനുള്ള ലോ എന്താണ് ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്ലോസിൽ അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൂട്ടാവുന്നതേ ഉള്ളൂ. അതൊന്നും ഒരു വാലിഡ് ആയ റീസൺ അല്ല. അതുപോലെ തന്നെ പ്രൈവറ്റൈസ് ചെയ്യുന്ന ആ കമ്പനിക്ക് മാത്രമല്ലല്ലോ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇത് ചെയ്യുമ്പോൾ ഗവൺമെന്റിനും കൂടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ. ഗവൺമെന്റ് സാധാമാതിരി അവർക്ക് പഴയ ലെവലിലേക്കും എത്താൻ പറ്റുന്നുണ്ടല്ലോ അവർക്ക്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും ഗുണമല്ലേ. ഇപ്പൊ പ്രൈവറ്റൈസേഷൻ എന്താ പറയാ നടത്തിന്ന് വെച്ചിട്ട് പറഞ്ഞാൽ ശരിയാണ്, രണ്ടുപേർക്കും ഗുണമുണ്ട്. ഈ പ്രോഫിറ്റ് ഇവര് സ്വന്തമായിട്ട് എടുക്കൊന്നല്ല. ഇപ്പൊ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് അതും ഈ ഗവൺമെന്റിന് തന്നെയാണ് പോണത്, അല്ലാതെ പ്രൈവറ്റ് കമ്പനിക്കാർ ഒറ്റക്ക് എടുക്കല്ല ചെയ്യുന്നത്. അത് അവിടൊക്കെ എത്തേണ്ടിടത്തൊക്കെ എത്തുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ട് പ്രൈവറ്റൈസേഷൻ കൊണ്ടിട്ട് ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോ അതിൽ കൂടുതൽ ഡെവലപ്മെന്റ് വരണമെങ്കിൽ കൂടുതൽ എന്താ പറയാ പ്രൈവറ്റൈസേഷൻ വന്നാൽ തന്നെ എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞ പ്രിയ സുഹൃത്തിനോട് ആദ്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളെ ടീമിലുള്ള ഒരാൾ ഫസ്റ്റ് തന്നെ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇന്ത്യ അങ്ങനെ ശരിയായ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ അഴിമതികളൊക്കെ കൂടുതൽ നടക്കുന്ന കളക്ടറേറ്റ് ഓഫീസ്, അതേപോലെ തഹസിൽദാർ ഓഫീസുകൾ എന്നിവിടത്ത് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം എന്ന സമ്പ്രദായം കൊണ്ടുവരാതെ ഇത്തരം കാര്യങ്ങൾ ഈ എൻവയോൺമെന്റിനും ജനങ്ങൾക്കും ദോഷം ഉണ്ടാക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ മാത്രം പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ ലാഭം മാത്രം നോക്കിയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ റെയിൽവേന്റെ കാര്യം തന്നെ എടുക്കുക, അത് അവരുടെ ട്രാവൽ ഫെയറിന്റെ പകുതി പോലും 50% മാത്രമേ അവരുടെ ഗവൺമെന്റ് ഈടാക്കുന്നുള്ളൂ. പിന്നെ ഈ അടുത്ത് വന്ന തേജസ് റെയിലുണ്ട് ട്രെയിന്, അതിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഡബിൾ ഫെയർ ആണ്, ഡബിളും അതിന്റെ മുകളിലും ഫെയർ ആണ് അതിൽ വരുന്നത്. അപ്പോ അവിടെ ഒരു ലാഭം ഒരു എന്താ പറയാ ഒരു മെയിൻ പോയിന്റ് അല്ല. ഗവൺമെന്റ് പറയുമ്പോ നഷ്ടത്തിലാണെങ്കിലും അത് തങ്ങളുടെ ജനത്തിന് എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് സുഖകരമായ രീതിയിലുള്ള യാത്രയാണ്. ഇതിവിടെ ശരിക്കും ഒരു മോണോപ്പൊളിയാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ബേസിക് നീഡ്സിനുള്ള പ്രൈവറ്റൈസേഷൻ വന്നാൽ ഒരു ആക്ച്വൽ മോണോപ്പൊളി അവിടെ ഉണ്ടാവുന്നത്. ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതിനൊക്കെ പ്രൈവറ്റൈസ് അവര് കുറച്ച് നേരം ഇതിന് ചാർജ് ഹൈ ആയിട്ട് കൂട്ടും. ഡൽഹിയിലും മുംബൈയിലും ഇതിനൊക്കെ ഭയങ്കര ഇതുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ അടുത്താണ് ഇതിന്റെ ബേസിക് നീഡ്സിന്റെ അടുത്തുള്ളത്. അവർക്കൊരു മോണോപ്പൊളി അവിടെ ക്രിയേറ്റ് ആയി. ബേസിക് നീഡ്സിന് മുകളിൽ പ്രൈവറ്റൈസേഷൻ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എഡ്യൂക്കേഷന്റെ മുകളിലൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്താൽ നമ്മൾ അമേരിക്ക പോലത്തെ രാജ്യങ്ങൾ നമുക്ക് കണ്ടറിയാം, എഡ്യൂക്കേഷൻ മുഴുവൻ പ്രൈവറ്റൈസ്ഡ് ആണ്. അപ്പോൾ അവരിപ്പോ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സോ ഉള്ള സ്റ്റുഡൻസിന് ഹൈ ലോണൊക്കെ എടുത്തിട്ട് മാത്രമാണ് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ത്യ ഇപ്പോൾ പോകുന്നത്. ഇന്ത്യ എല്ലാ സ്ഥലം പ്രൈവറ്റൈസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഇതിന്റെ ഫ്യൂച്ചറിലായിട്ട് ഇത് ചിന്തിക്കണം. എന്തൊക്കെയാ പ്രശ്നം, ഇവർ ഹൈ റേറ്റ് കൂട്ടും എന്നുള്ളത്. അമേരിക്കന്റെ എക്സാമ്പിൾ വെച്ച് പറയാം. എഡ്യൂക്കേഷൻ ഇപ്പോ അപ്പർ മിഡിലിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞല്ലോ എന്താണ് ഗവൺമെന്റ് ഓഫീസുകൾ പ്രൈവറ്റൈസ് ചെയ്യാന്ന്. നിങ്ങൾ ഈ ജനാധിപത്യം പറഞ്ഞതിൽ ജനാധിപത്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ വരുന്നത് എന്ന് പറഞ്ഞാല് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ എന്നതാണ്. ഈ ഗവൺമെന്റ് ഓഫീസ് താസുഖൊക്കെ അതിലേർപ്പെടുന്നതാണ്. അതിപ്പോ ഒക്കെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്ന സ്ട്രക്ചർ തന്നെ വീണു. അതിലാണ് എങ്ങനെയാണ് ഈ സർക്കാർ നടത്തുക? ഇനിയിപ്പോ നിങ്ങള് കംപ്ലീറ്റ് പൊളിച്ചടുക്കി എഴുതാൻ പറയണമെന്നുണ്ടോ? അതേപോലെ ഇപ്പൊ അമേരിക്ക മാത്രമല്ലല്ലോ എന്നുള്ളത്. ഇതിപ്പം വേറെ കൺട്രീസ് നോക്കാം, ഫ്രാൻസിലും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ പ്രൈവറ്റൈസ് ആണ്. പക്ഷെ എന്താ വെച്ചാല് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഗവൺമെന്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഓരോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് എന്താണ് ഇവിടെ ഗ്യാസിനൊക്കെ സബ്സിഡി കൊടുക്കുന്ന പോലെ സ്റ്റുഡൻസിന് ഓരോ കൊല്ലം ഫീസ് അടക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. സെയിം വിത്ത് കാനഡ, സെയിം വിത്ത് സ്വീഡൻ, സെയിം വിത്ത് അയർലൻഡിലൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഗ്രാജുവേഷൻ കഴിഞ്ഞാല് ജോബ് അടക്കം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു USA എന്താണ് മാത്രം ജയിച്ചുകൊണ്ട് ഇത് മോശമാണെന്ന് പറയാൻ പറ്റൂലല്ലോ. USA ഒന്നാമത് എന്ന് പറഞ്ഞാല്
അതിന്റെ സ്ട്രക്ചർ വേറെയാണ്. അതൊരു ക്യാപിറ്റലൈസ്ഡ് രാഷ്ട്രമാണ്. അവിടെ അങ്ങനെയുള്ള ട്രെൻഡേ പോയി. ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചുകൂടി സോഷ്യലൈസ്ഡ് ആണ്. അവിടെയുള്ള സ്ട്രക്ചർ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സ്ഥിതിയിലുമാണ്. എന്നാൽ എഫക്റ്റീവായിട്ട് ചെയ്താൽ വളരെ വൃത്തിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പ്രൈവറ്റൈസേഷനിലൂടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം ഈ പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ നമ്മളെ വെപ്പൺസ് ഒക്കെ വെപ്പൺസ് ഒക്കെ ഇവിടുന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങും. അപ്പം ഈ വെപ്പൺസ് അതുപോലത്തെ സാധനങ്ങൾക്കൊന്നും പുറത്ത് പോകേണ്ടി വരില്ല. ഇന്ത്യയിൽ നിന്ന് ചില സാധനങ്ങൾക്ക് മാത്രം പുറത്ത് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ മറു ടീമിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്നാ, എല്ലാം സ്വകാര്യമവൽക്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് ജോലിഭാരം കുറയും എന്നാണോ കാഴ്ചപ്പാട്? അതുപോലെ തന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ അമേരിക്കയെ മാത്രം എക്സാമ്പിൾ ആക്കി പറയുന്നുവെന്ന്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള ഇലക്ഷനിൽ മോദി ജയിക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങളായ അമേരിക്കയും അവിടെയുള്ള മുതലാളിമാരും ചേർന്ന് നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്തെ അവരുടെ സർവൈലൻസ് സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്നത് എന്നതിനുള്ളൊരു തെളിവാണത്. പൗരന് പോലും അറിയാത്തത് മുതലാളിമാർക്ക് അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടം അപകടത്തിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പൗരന്റെ മേലുള്ള അവകാശത്തിൽ കടന്നുകയറ്റമാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രൈവറ്റൈസേഷൻ രാജ്യത്ത് അധികരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പൗരാവകാശ നിയമങ്ങൾ നിലം പതിക്കുക തന്നെ ചെയ്യും. പിന്നെ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ലാഭം മാത്രം നോക്കുകയാണെങ്കിൽ, അതും മറ്റുള്ള കൺട്രീസിനെ കമ്പയർ വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഈ ബ്രിട്ടന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ റെയിൽവേ സംവിധാനം ഫുള്ള് എന്താ പറയാ പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അവർക്ക് തന്നെ മനസ്സിലായി അത് ഒരു നല്ല തീരുമാനമല്ല വിചാരിച്ചിട്ട് അവർ തന്നെ റിട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും പോപ്പുലേഷനും കാര്യങ്ങളുള്ള ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രൈവറ്റൈസേഷൻ വന്നാൽ അത് നാടിന് വലിയൊരു വിപത്ത് അതിപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവും. കേന്ദ്രത്തിൽ ഈ കോടികൾ ലാഭം കിട്ടേണ്ട ഈ രാജ്യത്തെ പൗരന്മാർ അനുഭവിക്കേണ്ട സമ്പാദ്യമൊക്കെയാണ് ഈ പ്രൈവറ്റ് കമ്പനീസ് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ അഭിമാനമാക്കി മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഈ സർക്കാർ സ്വകാര്യത്തിലേക്കാണ് വിറ്റ് തുലയ്ക്കുന്നത്. അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലേക്കും രാജ്യം ചെന്നെത്തുന്നു ഇതിലൂടെ. അത് ജസ്റ്റ് പാർട്ടി ആയിട്ട് അവര് ഒരു പോയിന്റ് പറഞ്ഞതാ. അല്ലാതെ ഇപ്പം അവര് പറഞ്ഞു, അഭിനവ് പറഞ്ഞു കൊക്കോകോളന്റെ ഒരു കാര്യം, അത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടോപ്പിക് ആണ്. കൊക്കോകോള ഇവിടെ ആരും പ്രൈവറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല. കൊക്കോകോള ഒരു കമ്പനി ആയിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് അവരെ പ്ലാന്റ് സെറ്റ് ചെയ്തതാണ് ആ കാര്യം. അതില് പ്രൈവറ്റൈസേഷൻ ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഫസ്റ്റ് അവന്റെ കാര്യം. പിന്നെ ഇനിയിപ്പം അവർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, എന്താ എല്ലാം പ്രൈവറ്റൈസ് ചെയ്താല്, എല്ലാം ആരും പ്രൈവറ്റൈസ് ചെയ്യാൻ പറയുന്നില്ല. ജസ്റ്റ് ലോസ് പോകുന്ന കമ്പനീസ്, ഇപ്പൊ പറഞ്ഞാല് BSNL, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ പോയാൽ ഒരു നെക്സ്റ്റ് 2 yearsന് BSNL എന്ന് പറഞ്ഞ ആ കമ്പനി കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ചെയ്യും. കാരണം സർവീസ് ഇല്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ നമുക്കിപ്പോ നമ്മളെ കൊറോണയുടെ സ്റ്റാർട്ടിങ് ടൈമിലെല്ലാം മാനാഞ്ചിറയിൽ പോയി നോക്കിയാൽ കാണാം, അവര് ബോർഡും പിടിച്ച് നിൽക്കുന്നുണ്ടാവും സാലറി ഹൈക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതെന്താ സംഭവം? എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാല്, ഇങ്ങനെ ലോസിൽ പോകുന്ന കമ്പനീസിനെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്താൽ അവർ അതിന് ഫുൾ യൂട്ടിലൈസ് ചെയ്യും. ഇപ്പൊ ഗവൺമെന്റിന് കഴിയുന്നില്ല. BSNL എന്ന് പറഞ്ഞ കമ്പനി എത്രയോ ലോസിലാണ് ആ കമ്പനി പോകുന്നത്. ഇൻ കേസ് ആ കമ്പനി പൂടിയാല് എത്രയോ സ്റ്റാഫിന് വർക്ക് പോകും. 1, 2 അവരെ ലൈൻസ് മീൻസ് ടെലിഫോൺ ലൈന് വേറെ ഒരു യൂസിന് യൂസ് ചെയ്യാൻ കഴിയൂല. ടെലിഫോൺ ലൈൻസ് കമ്മ്യൂണിക്കേഷന് മാത്രം യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പം അതെല്ലാം വേസ്റ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ കമ്പനി വേറെ ഒരു BSNL എന്ന് പറഞ്ഞ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനിനെ കൊടുത്താൽ അവരത് എടുത്തിട്ട് അതിനെന്താക്കും, അതിന്റെ ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിലുള്ള സ്റ്റാഫിനെല്ലാം അവരെ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ എന്താ പീപ്പിളിന് എന്താ ഇപ്പോ എത്ര ആൾക്കാരെ എന്ത് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എത്ര ആൾക്ക് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് എന്ന്? എത്രയോ ആൾ ഇപ്പൊ ലാൻഡ് ലൈനായി യൂസ് ചെയ്യുന്നത്. അപ്പൊ BSNL പോലത്തെ ഒരു കമ്പനി കൂടി പോയാൽ അവർക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആവും. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, പ്രൈവറ്റൈസ് ചെയ്യാതെ ആ കമ്പനി ജസ്റ്റ് ക്ലോസ് ആയിക്കോട്ടെ എന്നിട്ട് എല്ലാവരും ജോലി പോയിക്കോട്ടെ എന്നാണോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, BSNL താങ്ങുന്നില്ല എന്ന് പറഞ്ഞ മറു ടീമിനോട് ഞാൻ ചോദിക്കട്ടെ, അതിനെ ആ ഒരു കമ്പനിയെ താങ്ങി നിർത്താൻ മാത്രം പ്രാപ്തിയുള്ള ആരുമില്ല അതില്. പിന്നെ ഒരു കാര്യം, വിറ്റ് കാശുണ്ടാക്കുന്ന എന്നതല്ല അതിലെ ഫലം.
സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നു എന്നതാണ്. ആദ്യം അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇത്തരം കമ്പനികൾ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിലൂടെ ഒരു വർഗ സഹകരണം അല്ലെങ്കിൽ തൊഴിലാളികൾക്കൊക്കെ പൈസ കിട്ടും, ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കൃത്യമായ വേതന വ്യവസ്ഥകളും അതേപോലെ റിട്ടയർമെന്റ് വ്യവസ്ഥകളുള്ള എത്ര സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഈ വർഗ സഹകരണം എന്ന് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ പ്രൈവറ്റ് കമ്പനി ഈ ഓട്ടോമേഷൻ ഉൾപ്പെടെ ഈ 100 തൊഴിലാളികൾക്കുള്ള ജോലി ഒരു റോബോട്ട് ചെയ്യുന്ന പ്രക്രിയ നടപ്പിലാക്കി വരുന്ന ഒരു സംവിധാനമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മനുഷ്യനെ ഒരു സ്രോതസ്സായി കാണുന്നതിനും അപ്പുറത്തേക്ക് ഒരു കമോഡിറ്റിയായി കാണുന്ന സംസ്കാരമാണ് ഈ കോർപ്പറേറ്റുകൾക്കെല്ലാം പിന്തുടർന്ന് വരുന്നത്. ഈ കോർപ്പറേറ്റുകൾക്ക് ആ ഒരു സംസ്കാരമാണ് പിന്തുടർന്ന് വരുന്നത്. കമോഡിറ്റൈസേഷൻ അഥവാ ചരക്കുവൽക്കരണം, മനുഷ്യനെ ചരക്കുവൽക്കരിക്കപ്പെടുന്ന ഈ രാജ്യത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ജോലി സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ ഓട്ടോമേഷൻ ഒക്കെ പ്രൈവറ്റ് കമ്പനികൾ കൊണ്ടുവരുന്ന ഈ കാലത്ത് എത്രത്തോളം ആളുകളുടെ ജോലി പോകുന്ന നമുക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. BSNL പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ 88,000 ആൾക്കാരെ ജോലിയാണ് പോകുന്നത്. റെയിൽവേസിൽ 3,25,000 ആൾക്കാരും ജോലിയാണ് പോകുന്നത്. പിന്നെ ഇതിനി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് ഗവൺമെന്റ് അല്ലേ? ഇതിനെ വിൽക്കാൻ വേണ്ടി പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഇത് നഷ്ടത്തിലാണെന്നുള്ള BSNL ഒരു എഫിഷ്യന്റ് ആയ ആൾക്കാർ മാത്രമല്ല ഗവൺമെന്റ് ജോലി എത്തുള്ളൂ. അവരെ കൊണ്ട് പറ്റാത്തോണ്ടല്ലോ, അവര് ചെയ്യാത്തതല്ലേ. ഈ ഗവൺമെന്റിന്റെ ഈ അജണ്ട ആണിത്. ഈ ഒരു കമ്പനിയെ നശിപ്പിച്ചിട്ട് അത് വിൽക്കാന്നുള്ളത്. ടീം 2. നിങ്ങൾ പറഞ്ഞല്ലോ ജോബ് നഷ്ടപ്പാടാണെന്നൊക്കെ. പക്ഷെ ഗവൺമെന്റ് കമ്പനീസ് നോക്കുകയാണെങ്കിൽ അതിലൊരു ലിമിറ്റേഷൻ ഇല്ലേ ആൾക്കാരെടുക്കുന്നതൊക്കെ. അവര് എല്ലാ കാര്യങ്ങളും നോക്കി ഒരു കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ എടുക്കുള്ളൂ. പക്ഷെ പ്രൈവറ്റൈസ്ഡ് നോക്കുകയാണെങ്കിൽ അവര് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരെ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രൈവറ്റൈസ് ചെയ്യാൻ മീൻസ് കമ്പനീസ് മാത്രമൊന്നുമല്ലല്ലോ ഇവിടെ പ്രൈവറ്റൈസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷനിലും അതിന് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് കോളേജസ് വരുന്നുണ്ടല്ലോ. ഈ ഗവൺമെന്റ് കോളേജസിൽ മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ 90-95% അബോവുള്ള കുട്ടികൾ എത്രയോ ഉണ്ട്. അപ്പം ഈ ഗവൺമെന്റ് കോളേജസിലും സ്കൂൾസിലൊക്കെ സീറ്റ് കിട്ടുന്നത് അവർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ സീറ്റ് വേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ പോകണം. മീൻസ് അവർക്ക് പഠിക്കാൻ പിന്നെ വേറെ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ പ്രൈവറ്റ് വരുന്ന കോളേജസ് നല്ലതല്ലേ ശരിക്കും? ബാക്കിയുള്ള കുട്ടികൾക്ക് അവിടേക്ക് പോയിക്കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്? അത് നല്ല കാര്യമല്ലേ? അതേപോലെ ജോബ് ലോസിന്റെ പറഞ്ഞല്ലോ, ജോബ് ലോസിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കേന്ദ്ര സർക്കാരിലായാലും കേരള സർക്കാരായാലും ഇപ്പൊ ജോബ് എന്താണ് പെർമനന്റ് ആയാലും അവരെന്താ ചെയ്യുന്ന പറഞ്ഞാല് ഇപ്പൊ റെയിൽവേയിലുള്ളവർക്ക് റെയിൽവേയിൽ മാത്രമല്ല, ഇതിപ്പോ UG ഇപ്പൊ എന്താണ് ഡെസ്ക്ടോപ്പ് എന്താ പറയാ, ഇപ്പൊ ഒരു LD ആണെങ്കിൽ വേറൊരു സെക്ടറിൽ LDന്റെ ഒഴിവുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടെ ജോബ് ലോസ് ആയിട്ടുണ്ടെങ്കിൽ മറ്റിടത്ത് പ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. ജോബ് ലോസ് എന്ന് പറയുന്നത് അത് എന്താണ് ഗവൺമെന്റ് വിചാരിച്ചാൽ നടക്കാന്നേ ഉള്ളൂ. അതേ തന്നെ ഈ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഗവൺമെന്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്, ഉദ്യോഗസ്ഥരും ഇല്ലേ? ഈ ഉദ്യോഗസ്ഥര് എന്താണ് റീസണബിൾ ആണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഇത് ഇപ്പൊ ഈ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഈ പ്രൈവറ്റൈസ് ചെയ്യാതെ ഇരുന്നിട്ടുള്ള ഈ പബ്ലിക് സെക്ടറിൽ വരാൻ പോകുന്നത്. ഒരു നന്നാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഇത് നന്നാവാത്തത്. ഈ മെന്റാലിറ്റി ഉള്ളവർ പിന്നെ ഇത് ഭരിച്ചാൽ ഇത് പിന്നെ നന്നാവും എന്താണ് ഒരു ഉറപ്പ്? ഈ ജോലിയുടെ കാര്യം പറയുമ്പോൾ ഈ ഗവൺമെന്റ് സെക്ടറിൽ കിട്ടുന്ന ജോലിക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കൊരു റിട്ടയർമെന്റ് കാലം വരെ അതിനൊരു സെക്യൂരിറ്റി ഉണ്ടെന്ന് നമുക്കൊരു ഉറപ്പാക്കാം. പക്ഷെ പ്രൈവറ്റ് സെക്ടറിലുള്ള ജോലി അതങ്ങനെയല്ല. പുതിയ എംപ്ലോയീസ് വരുമ്പോൾ നമ്മുടെ ടാർഗറ്റ് നമുക്ക് എന്താ പറയാ അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മളവിടെ എന്താ പറയാ ഫയർ ചെയ്യപ്പെടുക ചെയ്യുന്നത്. നമുക്ക് ജോലിക്ക് ഒരു സെക്യൂരിറ്റി ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരാളും കൊടുക്കുന്നില്ല. മെയിൻലി നമ്മൾ നേരത്തെ കോഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, കോളേജിന്റെ കാര്യത്തിൽ പറഞ്ഞാല് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ മുൻഷിഫ മൈക്കൊന്ന് ഓഫാക്കോ. കോളേജിന്റെ കേസിൽ പറഞ്ഞപ്പോ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാല് 90% മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉള്ളത്. എല്ലാവർക്കും ഈ പ്രൈവറ്റ് കോളേജുകളിൽ ചേർന്ന് പഠിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. നമ്മളിപ്പോ എന്ന് പറഞ്ഞാല് സാധാരണക്കാരാണ് നമ്മളെ ഇന്ത്യയിൽ കൂടുതലുള്ളത്. അപ്പോ മാക്സിമം ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അത് ഒന്നും കൂടി
നന്നാക്കുക, അല്ലെങ്കിൽ കൂടുതൽ കോളേജുകൾ ഗവൺമെന്റ് തന്നെ കൊണ്ടുവരിക എന്നുള്ളതിലൂടെ നമുക്ക് കുട്ടികൾക്ക് എല്ലാ ഇതിലും പഠിക്കാനുള്ള ഒരു അവസ്ഥ ഒരുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിന് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കൊണ്ടുവരണം എന്നില്ല. നമ്മളെ ഗവൺമെന്റ് ഉള്ള സ്ഥാപനങ്ങൾ ഒന്നുകൂടി നന്നാക്കുക, പിന്നെ അതിൽ കൂടുതൽ നല്ല നല്ല സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ കൊണ്ടുവരണം എന്നില്ല. ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു ഗവൺമെന്റിന്റെ പ്രതിസന്ധി വരും. ഈ ഗവൺമെന്റ് ജോബ്സ് ഒക്കെ പെൻഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ പ്രൈവറ്റിന് പെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ പ്രൈവറ്റിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ എപ്പോ വേണമെങ്കിലും അവരെ പിരിച്ചുവിടാം, പക്ഷെ ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ ജോബ് സെക്യൂരിറ്റി അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ കാര്യം വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം ഒരു ജോബിൽ കയറുമ്പോൾ ഒരു കോൺട്രാക്ട് മാതിരി സൈൻ ചെയ്യും. നമ്മൾ ഇത്ര ഇയർ ഇവിടെ ജോലി എടുക്കും, ആ പറഞ്ഞ സമയത്ത് തന്നെയാണ് പുറത്താക്കുമല്ലോ. അല്ലാതെ വെറുതെ തോന്നുന്ന മാതിരി ഒരു കമ്പനി നമ്മൾ അടിച്ച് പുറത്താക്കുകയൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ബിഹേവിയർ റീസൺസ് കാരണം നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം. അതിപ്പോ ഗവൺമെന്റ് സ്റ്റാഫ് ആണെങ്കിൽ അവരും പുറത്താവും. അപ്പൊ അത് ഒരു ഐഡിയ ഇല്ലാതെ അങ്ങനെ ഒരു പോയിന്റ് പറയരുത്. കാരണം പെൻഷൻ കൊടുക്കുന്നത് എല്ലാവർക്കും, ഗവൺമെന്റ് സ്റ്റാഫിലുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നത് നമ്മളൊരു സൊസൈറ്റീനെ സെർവ് ചെയ്യുന്നതുകൊണ്ടാ. അതെല്ലാരും ഇപ്പൊ ഗവൺമെന്റ് സ്റ്റാഫ് അതിന്റെ എല്ലാവർക്കും പെൻഷനും കൊടുത്തിട്ട് ഇരിക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ കമ്പനീസ് തന്നെയാണെങ്കിൽ നമുക്ക് എന്താ ഒരു വഴിക്ക് പെൻഷൻ തന്നെ പറയാം, PF എന്ന് പറയും. അപ്പൊ എന്താ പ്രോവിഡന്റ് ഫണ്ട്, അതിപ്പോ എന്റെ ഫാദറാണ്, എന്റെ ഫാദറിലും അത് കിട്ടുന്നുണ്ട്. അച്ഛൻ പണ്ടൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് അവരെ സാലറി തന്നെ ഒരു 10% അവർ കട്ട് ചെയ്തിട്ട് അവരൊരു അക്കൗണ്ട് തുടങ്ങിയിരിക്കും നമ്മളെ കൊണ്ട്. അപ്പം അതിലേക്ക് അവർ തന്നെ, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളൊന്നും അറിയണ്ട, അവർ ഡെപ്പോസിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് എന്റെ അച്ഛന് കംപ്ലീറ്റ് അവിടെ വർക്ക് കഴിഞ്ഞപ്പം മന്ത്ലി ഒരു എമൗണ്ട് ബാങ്കിലേക്ക് അവർ തന്നെ തരും, കമ്പനി. അത് ഗവൺമെന്റ് കമ്പനി അല്ല, അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. മൾട്ടിനാഷണൽ അല്ല, ഒരു ഇന്ത്യൻ കമ്പനിയാണ്. നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല. അത്രയല്ലോ. അല്ലാതെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഗവൺമെന്റ് മാത്രം പെൻഷൻ തരൂലെന്ന്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും PF നിർബന്ധമാണ്. ഏത് നിങ്ങള് ഷോപ്പിലോ ഏത് ഇതിൽ ജോലിക്ക് കയറിയാലും PF നിർബന്ധമാണ്. മുഖത്ത് പറഞ്ഞാണ് പറയാനുള്ളത്. അതായത് ഈ PF എന്ന് പറയുന്ന ഓൾറെഡി ഉള്ള സാലറിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അതിപ്പോ മറ്റേ എന്താ പറയാ, പെൻഷൻ ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവര് എന്താണ്, ആ സാലറിന്ന് ആ തുക കട്ട് ചെയ്യുന്നില്ല, ആ തുക നിങ്ങൾക്ക് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഇതും തമ്മിലൊരു എന്താണ്, അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇല്ല ശരിക്കും. പിന്നെ അങ്ങനെ പറഞ്ഞാല് പെൻഷൻ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മളൊരു ടാക്സ് ആണ്, ടാക്സ് പേയറിന്റെ ടാക്സ് ആണ് അവര് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല പറഞ്ഞ സുഹൃത്തിനോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ രാജ്യത്ത് കൊറോണ എന്നൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഈ ഇത്ര പ്രതിസന്ധി കാലഘട്ടത്തിൽ എത്രത്തോളം പ്രൈവറ്റ് കമ്പനികൾ അവിടുത്തെ ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള എല്ലാവർക്കും അവരുടെ തൊഴിൽ ഉറപ്പുവരുത്തുകയും അതിൽ നിന്നൊരു പെർസെൻറ്റേജ് ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുകയും ചെയ്തിടത്താണ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളും തീർത്തും ഈ ജനാധിപത്യ രാജ്യത്തിൽ വ്യത്യസ്തമാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കൊറോണ ഈ സാഹചര്യത്തിൽ പ്രൈവറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരെ ജോലി പോയിട്ട് അവർ വീട്ടിൽ കുത്തിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ എത്ര ഗവൺമെന്റ് ആൾക്കാർ ഇപ്പോഴും അവരുടെ ജോലി, ഗവൺമെന്റ് സ്കൂളുകളിൽ ഓഫീസിലുള്ള ആൾക്കാർ എത്രത്തോളം ഭംഗിയായി അവരുടെ ജോലി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഇതിനൊരു വലിയ തെളിവാണ്. പിന്നെ CAC ഗ്ലോബൽ എക്കണോമിക് ഡാറ്റാബേസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇന്ത്യയിൽ കുതിച്ചു വരിക. ഈ 2018-20 കാലഘട്ടത്തിലായിട്ട് നമ്മളെ രാജ്യത്ത് പ്രൈവറ്റൈസേഷൻ വളരെ അധികമായി കൂടി. അതിനെക്കൊണ്ട് ജോബ് പറഞ്ഞ കാര്യം തന്നെ അവിടെ വരുന്നില്ല. എത്രയോ പബ്ലിക് സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തീരെ ഇല്ല. ഈ 2 വർഷത്തിനുള്ളിൽ മാത്രം 8.87% ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിയത്. പിന്നെ നമ്മുടെ ഈ ഏപ്രിലിൽ തന്നെ, ഈ 2020 ഏപ്രിൽ തന്നെ അത് 23.5% ഉയർന്ന്. അതുകൊണ്ട് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുക, സ്വകാര്യവൽക്കരണം കൊണ്ട് ഇന്ത്യയിൽ ഈ ജോലിന്റെ മേഖല നോക്കുകയാണെങ്കിൽ ഇത് ജോലി സാധ്യത കൂടിയിട്ടേ ഇല്ല. പിന്നെ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാല് എല്ലാത്തിനും പൈസ കൂടുതലാണ്. പിന്നെ പോരാത്തതിന് നമ്മളെ ഇപ്പത്തെ കാർഷിക ബില്ല് വന്നത് അറിഞ്ഞിട്ടില്ലേ? ഇപ്പൊ എല്ലാരും ഒരു കാർഷിക ബില്ല്, അപ്പൊ അതിലിപ്പോ എല്ലാരും പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത് അറിയോ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ഇപ്പം ഫിർദോസ് പറഞ്ഞു ഗവൺമെന്റ് സ്റ്റാഫ് എല്ലാരും ഇപ്പം വർക്കിംഗ് ആണെന്ന്. അത് ഒരു
തെറ്റായതാണ്. അവര് 15 days ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് ഒരു 15 days ഒരാള് ആ 15 daysന് വർക്കിംഗ് സാലറി അവർ കൊടുക്കും. പിന്നെ അടുത്ത 15 days ആകുമ്പോൾ അടുത്ത 10 people അങ്ങനെയാണ് ചെയ്യുന്നത്. അതേമാതിരി തന്നെയാണ് പ്രൈവറ്റ് കമ്പനിയിലും ചെയ്യുന്നത്. പിന്നെ അതുമല്ല കൊറോണന്റെ ടൈമും കൂടി ഇല്ലേ, കൊറോണയുടെ ടൈമിൽ ആർക്കും പണിയില്ല, പുറത്തു പോകരുതെന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ കൊണ്ട് ആരും പുറത്തൊന്നും പോകുന്നുമില്ല, അപ്പം ജോലിയും ഇല്ല. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ, പുറത്തു പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് കുറെ ആൾക്കാർക്ക് കൊറോണ കാരണം കുറെ ജോലിയൊക്കെ നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ വെച്ചാൽ ഒരിക്കലും ഒരു കമ്പനി പൂട്ടി പോകല്ല, ആ കമ്പനി ഏറ്റെടുത്ത് നല്ലോണം നടത്തുകയാണ് ചെയ്യുന്നത്. അതോ അതിലുള്ള ജോലികൾ ഒരിക്കലും എന്താ പറയാ ഈ എംപ്ലോയീസിന് ഒരിക്കലും എന്താ പറയാ ജോലി ഇല്ലായ്മയായി പോകുന്നില്ല. അപ്പോ അങ്ങനെ പറയുന്നത് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. അതുപോലെ കൂടുതൽ കമ്പനീസ് വരല്ലേ ചെയ്യുന്നത്, അപ്പൊ ജോബ് കുറയല്ലോ ചെയ്യുക, അപ്പൊ ജോബ് കൂടി വരല്ലേ ചെയ്യുന്നത്. ആൾക്കാർക്ക് ജോബ് ഇല്ലാണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കുറെ പേർക്ക് ജോബ് നഷ്ടമായിട്ടൊന്നുമില്ല. മിക്ക ആൾക്കാരും കൊറോണ ആയിട്ട് പോവാൻ പറ്റാതെ നടത്താൻ പറ്റാണ്ട് വീട്ടിലിരിക്കുകയാണ് അധികം ചെയ്യുന്നത് ഇപ്പോ. അതുപോലെ തന്നെ പ്രൈവറ്റ് പിന്നെ പൈസ കൂട്ടുന്നു പറഞ്ഞല്ലോ, പ്രൈവറ്റ് ഓർഡേഴ്സ് അങ്ങനെ കൂട്ടുന്നത് എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് ഒക്കെ നല്ലോണം ചെയ്യുന്നതുകൊണ്ടാണ്. അത് പക്ഷെ പബ്ലിക് ഓണേഴ്സ് ആകുമ്പോൾ പൊളിറ്റിക്കൽ കൺസിഡറേഷനും അത് പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് കൂടുന്നത് കൊണ്ട് ഒരിതൊന്നും ചെയ്യാൻ ശ്രമിക്കൂല. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ അങ്ങനെ വൃത്തിഹീനമായിട്ടൊക്കെ കിടക്കുന്നത്. അതൊന്നും ഒരു മെയിൻ്റെനൻസ് ചെയ്യാൻ ശ്രമിക്കണില്ല. പിന്നെ ഓരോന്നും ഇപ്പം എന്താ പറയാ, ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടിട്ട് കൂടുതൽ കമ്പനീസ് ഒക്കെ മുന്നോട്ട് വരാണ്. അപ്പൊ സത്യം പറഞ്ഞ ജോലി സാധ്യത കൂടാണ്. ആൻഡ് ഇങ്ങനെ ഓരോന്ന് വരുന്ന ടൈമില് ബേസിക് നീഡ്സിനുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. നിങ്ങള് ടീമേറ്റിന്റെ നമ്മൾ ഡിബേറ്റ് അവസാനിക്കുകയാണ്. അപ്പൊ ടീമേറ്റ് പറഞ്ഞോളൂ ലാസ്റ്റ്. ബേസിക് നീഡ്സിന് മുകളിലാണ് ഈ പ്രൈവറ്റൈസേഷൻ വരുന്നത്. അത് എത്ര വലിയൊരു കാര്യമാണെന്ന് അവര് ഇത് നന്നാക്കുന്നതല്ല, അവര് ഹൈ പ്രൈസ് ഒരു സാധാരണ പൗരന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് കൊണ്ട് ഈ ബേസിക് നീഡ്സിന് മുകളിൽ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അവര് ഇതിന് മുകളിൽ ഒരു സാധാരണ മനുഷ്യന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ചാർജ് ചെയ്യും. വാട്ടർ, ഇലക്ട്രിസിറ്റി, അങ്ങനെ എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മെയിനായി നമ്മൾ ഫേസ് ചെയ്യുന്നത്. പിന്നെ എയർ ഇന്ത്യ പ്രൈവറ്റൈസ്ഡ് കമ്പനിയാണ്. അതിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് 20,000 ജീവനക്കാർക്ക് പോലും നോട്ടീസ് കൊടുത്ത് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശമ്പളമില്ലാതെ നിർബന്ധിത ലീവ് 5 വർഷത്തേക്ക് വരെ നീട്ടാനുള്ള കരാറ് പോലും കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിലുള്ള മെയിൻ പ്രശ്നങ്ങളാണ്. പിന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ കണക്കെന്ന് പറയുമ്പോൾ അവരവരുടെ ജീവനക്കാർക്ക് വീട്ടിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ശമ്പളം പോലും അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ജോലി സാധ്യത കൂടുന്നു. നമുക്ക് കണക്കുകൾ നോക്കാം. ഈ പ്രൈവറ്റൈസേഷൻ ഇന്ത്യയിൽ വർദ്ധിച്ചു വന്നത് 2013 to 20 കാലഘട്ടങ്ങളിലാണ്. 2013 ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ തൊഴിലില്ലാത്ത ആളുകളുടെ എണ്ണം 8.8% മാത്രമാണ്. നേരെ മറിച്ച് അത് 2020 ആയപ്പോൾ, അതായത് പ്രൈവറ്റൈസേഷൻ ഒക്കെ അതിശക്തമായി നടക്കുമ്പോൾ, അതായത് ഇന്ത്യയിൽ തൊഴിൽ സാധ്യത ഒക്കെ കൂടുമ്പോഴും ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ആൾക്കാരുടെ കണക്ക് 8.8% നിന്ന് 22.2% ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തൊഴിൽ സാധ്യതകളൊക്കെ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ബാങ്കിനെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും നമുക്ക് പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് കിട്ടുകയില്ല. അതേപോലെ 2020 June 3 പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, IUB എമംഗ് PSU ബാങ്ക് അവയൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ജോബ്സ് ഇൻ ബാങ്ക്സ് കുറയാണ് ചെയ്യുന്നത്. ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതിലൂടെ എന്ത് വികസനം കൊണ്ടുവരുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ നിക്ഷേപകരുടെ കേന്ദ്രമായ LIC പോലും പ്രൈവറ്റൈസ് ചെയ്തു. പ്രൈവറ്റ് ബാങ്കുകളിലെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15.5%. നമ്മുടെ ഈ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങള് 2 ടീമിനും ഏകദേശം 12 ചാൻസ് കിട്ടിയിട്ടുണ്ട് സംസാരിക്കാൻ. അങ്ങനെ ഈവൻ ആക്കിയിട്ട് തന്നെയാണ് ഈ റൗണ്ട് തീർത്തത്. ഇനി നമുക്കുള്ള നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാപ്പിഡ് ഡിബേറ്റിംഗ് ആണ്. അപ്പോൾ റാപ്പിഡ് ഡിബേറ്റിങ്ങിന്റെ ടോപ്പിക് എനിക്കറിയാലോ റാപ്പിഡ് ഡിബേറ്റിംഗ് എന്താണെന്നുള്ളത്. 10 മിനിറ്റ് സമയം ഉണ്ടാവും. നിങ്ങൾക്ക് റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കയറി സംസാരിക്കുക, പ്രശ്നമില്ല. പക്ഷെ ബഹളമാക്കരുത്.
നീറ്റായിട്ട് സംസാരിക്കാൻ നോക്കുക. പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതിനൊക്കെ മൈനസ് മാർക്ക് ഉണ്ടാവും. പിന്നെ അപ്പോൾ റാപ്പിഡ് ഡിബേറ്റിങ്ങിലേക്ക് കടക്കാണ്. റാപ്പിഡ് ഡിബേറ്റിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണം എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്നു എന്നുള്ള ടോപ്പിക്കിലാണ്. അപ്പോൾ തുടങ്ങാം. ഞാൻ മ്യൂട്ട് ചെയ്യാണ്. സ്വകാര്യവൽക്കരണം സാധാരണക്കാരനെ ബാധിക്കുന്നു എന്നുള്ളതിൽ നമ്മളെ ഇപ്പൊ കാർഷിക ബില്ല് വന്നില്ലേ, കാർഷിക ബില്ല് വന്നതിൽ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുകയുണ്ടായി. ഇപ്പോ പാർലമെന്റിൽ അത് പാസ്സാക്കുകയും ചെയ്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധാരണ, അതായത് നമ്മളെ ഈ കൃഷി ചെയ്യാനുള്ള അളവ് കൃഷി ചെയ്യുന്ന സാധനം ആർക്ക് വേണമെങ്കിലും വിൽക്കാമെന്നുള്ളതാണ് അതിന്റെ ഒരു. പിന്നെന്ന് പറഞ്ഞാൽ ആർക്കും എത്ര വിലക്ക് വേണമെങ്കിൽ വിൽക്കാം. അതിപ്പോ ഈ പ്രൈവറ്റൈസ്ഡ് കമ്പനികൾക്ക് അത് എത്ര കൂടുതൽ ലാഭത്തിൽ കൊടുത്തുങ്ങാണ്ട് അത് വാങ്ങാൻ പറ്റും. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ കൃഷി ചെയ്യാനുള്ള എവിടെയും കൃഷി ചെയ്തുങ്ങാണ്ട് എവിടെ വേണമെങ്കിലും വിൽക്കാന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളെ ഈ കൃഷി ചെയ്ത ഒരു പ്രൊഡക്റ്റിന് ഇത്ര ഒരു ന്യായ വില ഉണ്ടാവും. ആ വില ഇതിലൂടെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു കർഷകരിൽ നിന്ന് ഈ പ്രൈവറ്റ് കമ്പനീസ് ഇത് വാങ്ങിയാണ്ട് ഇത് ഒരുപാട് കാലം അതിങ്ങനെ വാങ്ങി ഒരുപാട് പൈസ കൊടുത്തങ്ങാണ്ട് വാങ്ങി ഇത് എല്ലാ കർഷകർക്കും ഇത് ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ചുകൊണ്ട് കർഷകരിൽ നിന്ന് തന്നെ പിന്നെ കുറെ കഴിഞ്ഞ് എല്ലാം കോർപ്പറേറ്റിന്റെ കയ്യിലായിരിക്കുമ്പോൾ പിന്നെ കർഷകരിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോർപ്പറേറ്റ് ടീംസ് പൈസ കുറയ്ക്കും. അതിലൂടെ ഈ കർഷകരിൽ എല്ലാ മേഖലകളും ഈ പ്രൈവറ്റ് നമ്മളെ ഈ ലോകത്ത് തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേഖലയാണ് ഈ കാർഷിക മേഖല എന്നുള്ളത്. അപ്പൊ അത് ഈ പ്രൈവറ്റൈസ്ഡ് കമ്പനികളുടെ കയ്യിലാവുമ്പോൾ നമ്മളെ ഈ ബേസിക് നീഡ്സ് ആയി കാര്യങ്ങൾക്ക് അവർ വില കൂട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടും, എത്രത്തോളം അവർ നമ്മളെ നിന്ന് ചൂഷണം ചെയ്യുന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സ്കൂൾ മേഖലകളിൽ അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് കമ്പനികളിൽ എത്രത്തോളം എഴുതി തള്ളപ്പെട്ട കർഷക കണക്കുകൾ ഉണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുകളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ഗവൺമെന്റിനെക്കാട്ടും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത്. അവിടെയൊക്കെ ധാരാളം ചാർജുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ നോക്കണം, ഇന്ത്യയിൽ കൂടുതലും ഭൂരിപക്ഷത്തിന്റെ അടുത്തോളം ആളുകൾ പിന്നോക്കക്കാരാണുള്ളത്. അതായത് മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒക്കെ ആണുള്ളത്. അവർക്ക് ഈ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പകരം ഈ പൊതു സ്ഥാപനങ്ങളാണ് അവർക്ക് ഏക ഒരു അതിപ്പോ ആശ്രയം. പുറത്ത് നടക്കുന്നുണ്ടല്ലോ, പുറത്തൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഫ്രീ ഹെൽത്ത് കെയർ ആയിട്ട് ഗവൺമെന്റ് നടക്കുന്നുണ്ടല്ലോ. അതായത് ഗവൺമെന്റിന് ഇതാണ് ഈ പബ്ലിക് ഹെൽത്ത് കെയറിന് ചെലവാക്കേണ്ട പൈസ, പബ്ലിക്കായിട്ടുള്ള ഈ ഹോസ്പിറ്റൽസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ ജനങ്ങൾക്ക് നേരിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോയി ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടല്ലോ. അത് പുറത്ത് നമ്മളെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല? ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണം എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറേയേറെ പിന്നിലാണ്. അല്ലാതെ മറ്റുള്ള കൺട്രീസിന്റെ കാര്യം വെച്ചിട്ട് ഇന്ത്യയിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സാമ്പത്തിക വളരെ ലോ ആണ്. സാമ്പത്തിക സ്ഥിതി ലോ ആയതുകൊണ്ടല്ലേ ഈ പ്രൈവറ്റൈസേഷൻ 133 കോടി ജനങ്ങളുള്ള ഒരു റിസോഴ്സ് ഉള്ള ഒരു രാജ്യത്ത് വരുമ്പോ ഓല് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയുക, ഡെവലപ്മെന്റ് കൊണ്ടുവരാണ്. പക്ഷെ ആ ഡെവലപ്മെന്റിലൂടെ സാധാരണക്കാരന് അത് താങ്ങാവുന്ന ശേഷിയിലുള്ള ഡെവലപ്മെന്റ് അല്ല വരുന്നത്. ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഗവൺമെന്റിന് പകരമായിട്ട് ഹൈ കോസ്റ്റ് ഫീസ് കേരളത്തിൽ എത്ര ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നോക്കുമ്പോ ഹൈ ഫീസ് ഈടാക്കിയിട്ടുള്ള കുറെ സ്ഥാപനങ്ങളുണ്ട്. അതൊന്നും സാധാരണക്കാരന് ഒരു ലോൺ എടുത്ത് പോലും എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലല്ല ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ഫ്യൂഡലിസം എന്ന ഈ പ്രൈവറ്റൈസേഷനിലൂടെ ഈ ഫ്യൂഡലിസം എന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയും പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ഫ്യൂഡലിസം എന്നൊക്കെ പറഞ്ഞാല് ഈ 2020 ഈ ഫ്യൂഡലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതായത് ഗവൺമെന്റ് എന്താണ് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കമ്പനീസ് ഒന്നും ചെയ്യില്ല. ഈ കമ്പനീസ് ഗവൺമെന്റ് ശരിയില്ല, ഗവൺമെന്റ് സിസ്റ്റം ശരിയില്ലാത്തതുകൊണ്ടല്ലോ ഇവരിങ്ങനെ മുതലെടുക്കാൻ നിൽക്കുന്നത്. ഈ ഗവൺമെന്റ് സെക്ടറിൽ, അതായത് നിങ്ങൾ ഈ എൻഡോസ് ചെയ്യുന്ന ഗവൺമെന്റ് സിസ്റ്റം വീക്ക് ആയതുകൊണ്ട് അവർക്ക് എന്താണ് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലോ ഒരു ഈ പ്രൈവറ്റുകാർ കയറി വരുന്നത്.
എഫക്റ്റീവായ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലായ ഒരു കാര്യം തന്നെയാണ്. അത് ചെയ്യാണ്ടിരിക്കാൻ ഒരു കാരണവുമില്ല. അതിപ്പോ എന്താണ്, സാധാരണ ഈ ടാറ്റയും ബിർളയും അംബാനിയും മാത്രമല്ല, സാധാരണക്കാരുടെ താരത്തുറങ്ങിയ പല NGOസും ഉണ്ട്. നമ്മളെ എന്താണ് കേരളത്തിൽ തന്നെ എത്ര സഹകരണ ബാങ്ക് ഉണ്ട്, എത്ര റൂറൽ സൊസൈറ്റീസ് ഉണ്ട്, സൊസൈറ്റീസ് തന്നെ തുടങ്ങിയിട്ട് ഊരാളുകൾ പോലത്തെ എത്ര സംവിധാനങ്ങളുണ്ട്. അതും ഈ പ്രൈവറ്റിൽ വരുന്നതല്ലേ, ഓരോ വൃത്തിക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ എന്താ പറയാ ഹൈ ഫീസ് കൊടുത്ത് ലോൺ എടുത്തൊക്കെ പഠിക്കണമെന്ന്. എന്തിനാ അങ്ങനെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എൻട്രൻസിന് നല്ല മാർക്ക് വാങ്ങി പാസ്സായി നല്ല കോളേജ് സീറ്റ് കിട്ടും. ആ എൻട്രൻസിന്റെ മാർക്ക് പാസ്സായിട്ട് നല്ല കോളേജ് കഴിവുള്ളവരെ ഫീസ് കൊടുക്കണം. പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. എത്ര എൻട്രൻസ് എഴുതിയാലും. കഴിവുള്ള മനുഷ്യന്മാര് പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെ അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കിട്ടും, നല്ലോണം പഠിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ, നിങ്ങൾ പറഞ്ഞ ഈ പ്രൈവറ്റ് ബാങ്കുകളിൽ എത്ര കള്ളപ്പണക്കാരുകൾ കള്ളപ്പണം നിക്ഷേപിക്കപ്പെടുന്നുണ്ടെന്ന് നോക്കണം. ഇതൊക്കെ രാജ്യത്തിന് ടോട്ടലി താത്തുകയും ഗവൺമെന്റിന്റെ വളർച്ചയെ ടോട്ടലി താത്തുകയാണ് ചെയ്യുക. ശരിയാത്തോട്ടല്ലേ പ്രൈവറ്റിലെ കള്ളപ്പണ ഈ ജനാധിപത്യ രാജ്യത്തിൽ ഈ പ്രൈവറ്റ് കമ്പനിയും ഗവൺമെന്റ് വേറെ ഇല്ല, ഒന്നാണ്. അത് ഈ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം, ഗവൺമെന്റ് ആണ് ഈ പ്രൈവറ്റ് കമ്പനികൾ ഭരിക്കണമെങ്കിൽ ഗവൺമെന്റ് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ആദ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് വേറെ പ്രൈവറ്റ് കമ്പനികൾ വേറെ എന്നുള്ളൊരു തരങ്ങൾ തിരിക്കരുത്. ഈ ഗവൺമെന്റ് അധികൃതർ എടുക്കുന്ന തീരുമാനം കൊണ്ടാണ് ഈ പ്രൈവറ്റൈസേഷൻ എന്നൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നത്. അത് സാധാരണക്കാർ എത്രത്തോളം എഫക്ട് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ഗവൺമെന്റ് അധികൃതരാണല്ലോ ഇപ്പോഴുള്ള സംവിധാനം നശിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ഉള്ള പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശം മാത്രമേ ഈ ഗവൺമെന്റിന്റെ കയ്യിലുള്ളൂ. ഈ ഗവൺമെന്റിൽ തന്നെ എലക്ട് ചെയ്തെടുത്തത് നമ്മളുടെ ഓരോരുത്തരും തന്നെയാണ്. അല്ലാണ്ട് അതന്നെ ഈ നഷ്ടത്തിലുള്ളത് നമ്മളെ ഓരോരുത്തർക്കും ഈ നഷ്ടം വരുന്നത്. 3000 കോടി 4000 കോടി 1 ലക്ഷം കോടി എന്ന് പറയുന്ന നഷ്ടം വരുന്നത് നമുക്ക് തന്നെയല്ലേ? അതെന്താ പറയാത്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവർക്ക് എന്താ ഗവൺമെന്റ് തന്നെ നന്നായി കൂടത്? അത് പറ്റാത്തോണ്ടാണല്ലോ പ്രൈവറ്റൈസ് ചെയ്യുന്നത്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം ഈ പ്രൈവറ്റ് കമ്പനികൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതിന് ഒരു വലിയ തെളിവാണ് കൊക്കക്കോളയിലുള്ള മഹാദുരന്തം. അതുപോലെ തന്നെ ഭോപ്പാൽ ഫാക്ടറി ദുരന്തം. പ്ലാന്റ് കൂട്ടിയല്ലോ ഈ പോളിസി തെറ്റിച്ചെങ്കിൽ മാത്രം കുഴപ്പമില്ലല്ലോ. ഗവൺമെന്റ് അത്രയും സ്വാധീനം ചെലുത്തിക്കാണ്ടാണ് ആ കമ്പനി അവിടെ വളർന്നത്. ആ വളർന്നിട്ട് അത് പൂട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തന്നെ സമരം ചെയ്ത് പൂട്ടിച്ചത്. അല്ലാണ്ട് ഗവൺമെന്റ് കേസ് ഉണ്ടായപ്പോൾ പൂട്ടി. നിങ്ങൾ പറയുന്ന ഈ പ്രൈവറ്റ് കമ്പനികൾ ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾ ഇത്തരം കമ്പനികൾ വരുന്നിടത്ത് സമരങ്ങൾ ചെയ്യുന്നു? എന്തുകൊണ്ട് ജനങ്ങൾ ആ കമ്പനികൾ പൂട്ടിക്കുന്നു? അത് നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. അതിനകത്ത് ഈ പ്രൈവറ്റ് കമ്പനികൾ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല. കൊടി പിടിച്ചിട്ട് ഞാൻ ഇവിടെ എവിടെയും കണ്ടില്ല. ബാംഗ്ലൂർ 800ഓളം IT കമ്പനീസ് ഉണ്ട്. അവിടെ ഒന്നും കൊടി പിടിച്ചിട്ട് ഞാൻ ഇതുവരെ ആരെയും കണ്ടില്ല. അതുപോലെ മുംബൈയിൽ നോക്കുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് പ്രശ്നം അതിപ്പോ നിങ്ങൾ ചോദിക്കാനുള്ളത് ഈ ഗവൺമെന്റ് നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മുന്നിൽ ഏതെങ്കിലും പ്രവർത്തകര് കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ വന്നിട്ടുണ്ടോ? നേരെ മറിച്ച് അത് പ്രൈവറ്റ് കമ്പനികളാകുമ്പോൾ എന്തുകൊണ്ട് അവർ സമരം ചെയ്യുന്നു? അത് സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴല്ലേ ഇങ്ങനത്തെ സമരങ്ങൾ ഉണ്ടാകുന്നത്. സമരമുണ്ട്. അതേപോലെ എന്താണ് KSEBന്റെ മുന്നിൽ ഇപ്പൊ എന്താണ് ജീവനക്കാർ സമരം നടത്തുന്നുണ്ട്, ജനങ്ങളെ സമരം നടത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്തൊരാള് എന്താണ് ഷോക്കടിച്ച് മരിച്ചിട്ടുണ്ട്, അതിനൊരു സമരം നടത്തുന്നുണ്ട്. അതേപോലെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ സമരം നടത്താം. പക്ഷെ അത് നമ്മുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു പ്രൈവറ്റ് കമ്പനി വരുമ്പോ അവിടെ നിഷേധിക്കപ്പെടുക ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും പോയി സമരം ചെയ്യാൻ പറ്റില്ല. അവരുടെ പോളിസി അനുസരിച്ച് മുന്നോട്ട് പോകും. അത് ജനങ്ങളുടെ ക്ഷേമത്തിനല്ല നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാവുന്ന മാത്രം ലക്ഷ്യം നിങ്ങൾക്കല്ലാതെ ഇവിടെ പ്രൈവറ്റ് കമ്പനീസ് കൊണ്ട് എന്താ പറയാ ലക്ഷ്യം കിട്ടുന്നത്.
ഒരു ഒരു കാര്യം കോറിന്റെ കണക്കിലെടുക്കുക. ഒരു കോറി നടന്നു അനധികൃതമായ ഒരു കോറി നടന്നു. അത് തന്നെ ഈ ഒരു അടുത്ത് പ്രൈവറ്റ് കമ്പനി നമുക്ക് നടത്തുന്ന എല്ലാവർക്കും ഒരു കോറി സുപരിചിതമായ ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ ആക്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയത് ഈ പ്രൈവറ്റ് കമ്പനികളെ വളരെത്താൻ വേണ്ടിയിട്ടാണ്. അത് എത്രത്തോളം ജനങ്ങൾക്ക് ദോഷമാകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സാധാരണക്കാരന്റെ ജീവിതത്തിന് തന്നെ ഭീഷണിയാവുന്ന ഇത്തരത്തിലുള്ള ആക്ടുകൾ എടുത്തുകൊണ്ടാണ് പ്രൈവറ്റ് കമ്പനീസ് വളർന്നു വരുന്നത്. ഗവൺമെന്റിനെതിരെ പറയുന്നതെന്നുള്ള എന്താണ് നമ്മൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത്, അല്ലാതെ ഗവൺമെന്റിലുള്ള അവിടെ നിൽക്കുന്ന ആ ഭരണത്തിൽ ഇപ്പൊ ഉള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഭരണം കൊണ്ടുവന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പബ്ലിക് സിസ്റ്റം എത്രത്തോളം നമ്മുടെ സാധാരണക്കാരനെകളും ഈ ഈസിലി അവൈലബിൾ ആവും, അതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഒരു ഭരണഘടനയോ അല്ലാതെ നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനെ ഞങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഡിബേറ്റ് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാവരും ശാന്തരാവണം. ഭയങ്കര അഗ്രസീവായി പോയിട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്ന് ചോദിക്കാം അല്ലേ? അപ്പൊ ആദ്യം ആരാ? റാസിമുണ്ടോ? റാസിം ഇല്ല തോന്നുന്നല്ലേ. വരുണുണ്ടോ? വരുണ? മനസ്സന്നാവട്ടെ. ഞാൻ വരുണ, ഫോർത്ത് ഇയർ സിവിലാണ്. രണ്ട് ടീമും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ ഡിബേറ്റ് എന്ന് പറയുമ്പം ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. ഞാൻ കണ്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ടീം 8 അതിൽ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളി. പിന്നെ ടീം 2 എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പാർട്ടിസിപ്പേഷൻ കുറവുള്ളത് പോലെ എനിക്ക് തോന്നി. പിന്നെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടീമും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്, നല്ല പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു, നല്ല പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ടീം 2-ൽ 2-3 ആൾക്കാർ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ടീം 8-ൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ രണ്ട് ടീമിന്റെ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. എന്നാലും പാർട്ടിസിപ്പേഷൻ കൂടുതൽ എനിക്ക് തോന്നുന്നത് ടീം 8-നാണ്. എനിക്ക് മെയിനായിട്ട് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ വേറെ ഒന്നും. ഓക്കെ, താങ്ക് യു. നന്ദു അല്ലേ? നന്ദു ഇല്ല. ആദിലുണ്ടോ? ആദിലും ഓക്കെ, രാജ്യം പറഞ്ഞോ. നമുക്ക് ജഡ്ജിങ്ങിലേക്ക് പോവാ. നിഹാലോ ഇവലൊന്നും ഇല്ല, അല്ല ഇവന് ആദിലും ഹൃദ്യം നന്ദൊന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്തോട്ടെ. ഷിയാജിന്റെ ടീം എബലിന്റെ ടീം അല്ല എന്നുള്ള റുഫൈഖിന്റെ ടീമാ.